എഫെസ്യ ലേഖനം 2-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. 22-ാം വാക്യത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമെന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ആമേൻ. ബൈബിളിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 20-ാം വാക്യത്തിലെ പണിതിരിക്കുന്നു എന്ന വാക്ക് ഒന്ന് വട്ടം ചെയ്താട്ടെ. പണിതിരിക്കുന്നു എന്ന വാക്ക് ഒന്ന് റൗണ്ട് ചെയ്താട്ടെ. 21-ാം വാക്യത്തിൽ വളരുന്നു എന്ന വാക്ക് ഒന്ന് റൗണ്ട് ചെയ്താട്ടെ. 22-ാം വാക്യത്തിൽ പണിത് വരുന്നു എന്ന വാക്ക് ഒന്ന് റൗണ്ട് ചെയ്താട്ടെ. പണിതിരിക്കുന്നു, വളരുന്നു, പണിയുന്നു. ആമേൻ. പണിതിരിക്കുന്നു എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ 22-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? പണിയുന്നു എന്ന് പറയുകയാണ്. 3 stages ഓഫ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ആമേൻ. പണിയപ്പെട്ടവനെ വളരുമാറാക്കി പണിയുന്ന ദൈവം. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ഇനിയും അടുത്ത 3 വാക്കുകൾ കൂടെ നിങ്ങളൊന്ന് റൗണ്ട് ചെയ്യണം. 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു കെട്ടിടം എന്നൊരു വാക്കിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കെട്ടിടം എന്നൊരു വാക്ക്. ആ കെട്ടിടത്തെ ഒന്ന് റൗണ്ട് ചെയ്തേ. ആമേൻ. അടുത്തതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതേ വാക്യത്തിൽ വിശുദ്ധ മന്ദിരം എന്നൊരു പദം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ മന്ദിരം. ആമേൻ. അതൊന്ന് റൗണ്ട് ചെയ്തേ. ഇനിയും അടുത്തതായി നിങ്ങൾക്ക് 22-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ നിവാസം എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ നിവാസം. അതിനെ ഒന്ന് റൗണ്ട് ചെയ്തേ. ഇപ്പോൾ നിങ്ങൾ രണ്ടാമതായി റൗണ്ട് ചെയ്ത 3 പദങ്ങൾ: കെട്ടിടം, വിശുദ്ധ മന്ദിരം, ദൈവത്തിൻ്റെ നിവാസം. ആമേൻ. ഇനിയും ഞാൻ പറയാം. കെട്ടിടം പണിയപ്പെട്ടു, വിശുദ്ധ മന്ദിരം വളരുന്നു, ദൈവത്തിൻ്റെ നിവാസം പണിയപ്പെടുന്നു. ആമേൻ. മോനെ ആ ഡയഗ്രാം ഒന്ന് കാണിച്ചേ. ഒരു ദൈവസഭയുടെ വളർച്ച, ഒരു വ്യക്തിയുടെ വളർച്ച, ഞാനത് ഇൻട്രൊഡക്റ്റീവായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുവെന്ന് മാത്രം. പ്രധാന ഭാഗം അവസാനത്തെ ഭാഗമാണ്. ഒരു ദൈവ പൈതലിൻ്റെ വളർച്ച 3 ഘട്ടമായിട്ടാണ്. ഫ്രം എ ബിൽഡിംഗ് ടു ഹാബിറ്റേഷൻ. ആമേൻ. വി ആർ നോട്ട് കോൾഡ് ടു ബി എ ബിൽഡിംഗ്, വി ആർ നോട്ട് കോൾഡ് ടു ബി എ ടെമ്പിൾ, ബട്ട് വി ആർ അപ്പോയിൻറ്റഡ് ടു ബി ദ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്. നമ്മൾ ഒരു കെട്ടിടമാകേണ്ടവരല്ല, നമ്മൾ ഒരു വിശുദ്ധ മന്ദിരം ആകേണ്ടവരല്ല, അതിലുപരിയായി നമ്മൾ ദൈവത്തിൻ്റെ നിവാസം ആകേണ്ടവരാണ്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ നിവാസമാകാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ നിവാസമാകണമെങ്കിൽ ആദ്യം നാം ആരായിത്തീരണം? ദൈവത്തിൻ്റെ കെട്ടിടമായി മാറ്റപ്പെടണം. കെട്ടിടമായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? വിശുദ്ധ മന്ദിരമാകാൻ കഴിയത്തുള്ളൂ. വിശുദ്ധ മന്ദിരത്തിന് മാത്രമേ എന്താകാൻ കഴിയത്തുള്ളൂ? ദൈവത്തിൻ്റെ നിവാസമാകാൻ കഴിയത്തുള്ളൂ. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ കെട്ടിടം അത് പണിതിരിക്കുന്നു. ആമേൻ. ഓൾറെഡി യു ആർ എ ബിൽഡിംഗ്. ആമേൻ. രണ്ടാമതായി പറയുകയാണ് കെട്ടിടം എങ്ങനെയാണ് വിശുദ്ധ മന്ദിരമാകുന്നത്? കെട്ടിടം വിശുദ്ധ മന്ദിരമാകുന്നത് എങ്ങനെയാണ്? വളർച്ച പ്രാപിക്കുമ്പോഴാണ്. കെട്ടിടം വിശുദ്ധ മന്ദിരമാകുന്നത് വളർച്ച പ്രാപിക്കുമ്പോഴാണ്. എന്നാൽ വിശുദ്ധ മന്ദിരം ദൈവത്തിൻ്റെ നിവാസമാകുന്നത് എങ്ങനെയാണ്? ആത്മാവിനാൽ പണിയപ്പെടുമ്പോഴാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ആത്മാവിനാൽ പണിയപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ 1-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഒരു ദൈവ മനുഷ്യൻ ആരംഭത്തിങ്കൽ, ഒരു ദൈവസഭ ആരംഭത്തിങ്കൽ അവൻ എന്തായി തീരുന്നു എന്നറിയാമോ? അവൻ ഒരു കെട്ടിടമായി തീരുന്നു. അവൻ കെട്ടിടമായി തീരുന്നു. എന്നാൽ കെട്ടിടമായി നാം തീരണമെങ്കിൽ സംഭവിക്കേണ്ട 1-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കെട്ടിടമായി തീരണമെങ്കിൽ ആമേൻ 21-ാം വാക്യത്തിൽ പറയുന്നു കെട്ടിടമായി തീരണമെങ്കിൽ എന്തു സംഭവിക്കണം? കെട്ടിടമായി തീരണമെങ്കിൽ 21-ാം വാക്യം എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് കെട്ടിടമാകണമെങ്കിൽ അവനിൽ 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 ആമേൻ അവനിൽ 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 ആമേൻ അവൻ ആർക്ക് മാത്രമേ കെട്ടിടമാകാൻ കഴിയത്തുള്ളൂ? ക്രിസ്തുവിലായി തീരുന്നവന് മാത്രമേ
കെട്ടിടമാകാൻ കഴിയത്തുള്ളൂ. അവനിൽ. അപ്പം ആദ്യം ഒരുവൻ എന്തായിത്തീരണം? ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വരണം. 2, അവനിൽ കെട്ടിടം മുഴുവനും. ആമേൻ. കെട്ടിടം മുഴുവനും അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ക്രിസ്തുവിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ അകത്ത് ഒരുത്തൻ ക്രിസ്തുവിനകത്ത് ഹൈഡ് ചെയ്യാതെ, ക്രിസ്തുവിനകത്ത് ഇമ്മേഴ്സ് ചെയ്യപ്പെടാതെ, ക്രിസ്തുവിൻ അകത്താകാതെ അവൻ ഒരിക്കലും എന്താകാൻ കഴിയത്തില്ല? കെട്ടിടം ആകാൻ കഴിയത്തില്ല. ആമേൻ. 1, അവൻ ക്രിസ്തുവിൻ്റെ അകത്താകണം. 2, ക്രിസ്തുവിൻ്റെ അകത്തായവനെ അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? അടുത്തതായിട്ട് കെട്ടിടം മുഴുവനും എന്തു ചെയ്യണം? യുക്തമായിട്ട് ചേരണം. യുക്തമായി ചേരുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഫിറ്റ്ലി ഫ്രെയിംഡ്. ഫിറ്റ്ലി ഫ്രെയിംഡ്. ആമേൻ. അപ്പോൾ കെട്ടിടം ആകണമെങ്കിൽ 1, അവൻ ക്രിസ്തുവിലായി തീരണം. 2, ഒരു കല്ല് മറ്റൊരു കല്ലുമായിട്ട് എന്ത് ചെയ്യണം? ഫിറ്റ്ലി ഫ്രെയിം ആകണം. എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കണം, ഫിറ്റ്ലി ഫ്രെയിം ചെയ്യണം. അതുകൊണ്ടാണ് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സെഖറിയാവിൻ്റെ സെരൂബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ടിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. സെരൂബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ടിട്ട് ദൈവം സന്തോഷിക്കുന്നു. എന്തിനാണ് തൂക്കുകട്ട പിടിക്കുന്നത്? ആമേൻ. എല്ലാ കല്ലുകളും നിരപ്പാക്കുവാനാണ് എന്ത് ചെയ്യുന്നത്? തൂക്കുകട്ട പിടിക്കുന്നത്. അപ്പോൾ ഒരു ദൈവസഭയുടെ ശുശ്രൂഷകൻ ആമേൻ ആലയം പണിയുവാൻ ദൈവം അവനെ നിയോഗിച്ചാൽ അവൻ എങ്ങനെ പണിയണം? എങ്ങനെ പണിയണം? എങ്ങനെ പണിയണം? തൂക്കുകട്ട വെച്ച് പണിയണം. തൂക്കുകട്ട വെച്ച് പണിയണം. തൂക്കുകട്ട വെച്ച് പണിയുമ്പോൾ ആമേൻ ഒരു കല്ല് വെളിയിലോട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു കല്ല് ഉന്തി നിന്നാൽ എന്ത് ചെയ്യണം? ആമേൻ ചുറ്റികയുടെ മൂട് വെച്ച് ഇടിച്ച് അകത്തോട്ട് കയറ്റണം. അകത്തോട്ട് കയറാൻ പറ്റാത്ത കല്ലാണെങ്കിൽ എന്തോ ചെയ്യണം? അകത്തോട്ട് കയറാൻ പറ്റാത്ത കല്ലാണ് എന്തോ ചെയ്യണം? പൊട്ടിക്കണം, ചെത്തണം. ആമേൻ. അപ്പം ദൈവത്തിൻ്റെ കെട്ടിടമാകണമെങ്കിൽ ഒരുവൻ ആദ്യം എന്തു വേണം? ക്രിസ്തുവിൻ്റെ അകത്ത് വരണം. 2, അവൻ യുക്തമായി ചേരണം. യുക്തമല്ലാതെ ദൈവസഭയ്ക്കകത്ത് ചേരാൻ നോക്കിയാൽ, യുക്തമല്ലാത്ത ഒരു കൂട്ടുകെട്ട്, യുക്തമല്ലാത്ത ഒരു ബന്ധം ദൈവസഭയ്ക്കകത്ത് വന്നാൽ അതിനെ എന്തു ചെയ്യണം? പണിയുന്നവൻ ആമേൻ സെരൂബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ടിട്ട് ആമേൻ ദൈവം സന്തോഷിക്കുന്നു. അപ്പോൾ തൂക്കുകട്ട പിടിച്ച ശുശ്രൂഷയാണ് ദൈവം സന്തോഷിക്കുന്ന ശുശ്രൂഷ. ചെത്തേണ്ടത് ചെത്തണം. ഇനി ചില കല്ലുകളെ ചെത്തിയാൽ ശരിയാകത്തില്ല. ആ സൈസിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇഷ്ടിക എടുത്ത് കൈ പിടിച്ച് കരണ്ടി വെച്ച് നെടുക ഒരു വെട്ട് വെട്ടണം. വെടുക വെട്ടി 2ആക്കി അകത്തോട്ട് കയറ്റി ചാന്തിട്ട് കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഫിറ്റ്ലി ഫ്രെയിം ആകുന്നു. ശലോമോന്റെ ദൈവാലയം പണിയുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 രാജ 6:7 അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം നമുക്ക് കാണുവാൻ കഴിയും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുകയാണ്, വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. ആമേൻ. അപ്പോൾ വെട്ടുകുഴിയിൽ കുറവ് തീർത്തിട്ട് വേണം ആലയത്തിൽ കയറ്റാൻ. ആമേൻ. കൃപയാൽ രഹബോത്തിൽ അങ്ങനെയുള്ള കല്ലുകളായതുകൊണ്ടാണ് പ്രസംഗത്തിനിടയ്ക്ക് ഇരുമ്പായുധത്തിൻ്റെ ഒച്ച കേൾക്കാൻ കഴിയാത്തത്. എപ്പോഴെങ്കിലും പ്രസംഗത്തിനകത്ത് ഇരുമ്പായുധത്തിൻ്റെ ഒച്ച കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം, തൂക്കുകട്ട എടുത്തിട്ടുണ്ട്. ആമേൻ. അളവ് പിടിക്കുകയാണ്. സംതിങ് ഈസ് ഗെറ്റിംഗ് ഫിറ്റ്ലി ഫ്രെയിംഡ്. ഇനി ഫിറ്റ്ലി ഫ്രെയിം ആകാത്ത കല്ലുകളെ നമുക്കെന്ത് ചെയ്യണം? പൊളിച്ച് വെക്കണം. പൊളിച്ചിട്ടും പറ്റാത്തതിനെ പിന്നെ അടുത്ത ഭാഗത്തിലേക്ക് അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് ഇരുമ്പായുധത്തിൻ്റെ ഒച്ച കേൾക്കാത്തത് കൊണ്ട് സ്തോത്രം. രഹബോത്തിൽ ഇരുമ്പായുധത്തിൻ്റെ ഒച്ച കേൾക്കാത്തത് കൊണ്ട് സ്തോത്രം. കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞ്. രഹബോത്തിൽ ഇരുമ്പായുധത്തിൻ്റെ ഒച്ച കേൾക്കാത്തത് ശുശ്രൂഷകരുടെ കഴിവല്ല, ശുശ്രൂഷകരുടെ മിടുക്കല്ല, പകരം കൃപയാൽ വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകളെയാണ് ദൈവ രഹബോത്തിൽ തന്നിരിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് എന്ത് ചെയ്യപ്പെടണോ? അത് ഫിറ്റ്ലി ഫ്രെയിം ആയിരിക്കണം. ഫിറ്റ്ലി ഫ്രെയിം. ആമേൻ. ഇനി ഫിറ്റ്ലി ഫ്രെയിം ആകണം. പക്ഷേ ഇത് എവിടെ നിന്നാണ് പണി തുടങ്ങുന്നത്? ക്രിസ്തേശുവെന്ന മൂലക്കല്ലിന്മേൽ. ക്രിസ്തേശുവെന്ന മൂലക്കല്ല് എന്ന് പറഞ്ഞാൽ മനുഷ്യർ തള്ളിയതിനെ ദൈവം എന്താക്കി തീർത്തു? ആമേൻ. മനുഷ്യർ തള്ളിയതിനെ ദൈവം മൂലക്കല്ലായി തീർത്തു. അപ്പൊ തിരസ്കരണങ്ങളെ
സ്നേഹിക്കുന്നവനെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? നിന്നയെ സ്നേഹിക്കുന്നവന്, അപമാനത്തെ സ്നേഹിക്കുന്നവന്, തകർച്ചകൾക്കകത്ത് റിജക്ഷനുകളെ എംബ്രേസ് ചെയ്യാൻ കഴിയുന്ന ഒരുത്തന് മാത്രമേ ഈ ആലയത്തിൽ പണിയപ്പെടാൻ കഴിയത്തുള്ളൂ. ആമേൻ. അപ്പോൾ ചോദിക്കുക, ഈ നിന്നയുടെ മൂലക്കല്ലിന്മേൽ, തിരസ്കരണത്തിന്റെ മൂലക്കല്ലിന്മേൽ നീ എങ്ങനെ പിടിച്ചു നിൽക്കുക? അപ്പോൾ പറയുകയാണ്, ആമേൻ, നീ കണക്റ്റ് ആയിരിക്കുന്നത് മൂലക്കല്ലുമായിട്ടാണ്. പക്ഷെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരിക്കുമെന്നറിയാമോ? അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിന്നെ എന്ത് ചെയ്യുകയാണ്? പണിയപ്പെട്ടിരിക്കുകയാണ്. ഫൗണ്ടേഷൻ, അപ്പോസ്റ്റൽസ് ആൻഡ് പ്രൊഫറ്റ്സ്. ആമേൻ. അപ്പോസ്തലത്വം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അപ്പോസ്തലത്വം എന്ന് പറഞ്ഞാൽ അത് സഭയുടെ മേലുള്ള അധികാരമോ ഉപദേശങ്ങളുടെ നിഷ്കർഷതയുമാണ്. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ, ആമേൻ, ലോകത്തിൻ്റെ മേൽ, പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ അല്ലെങ്കിൽ കാലഗതികളുടെ മേലുള്ള അധികാരമാണ്. അപ്പോൾ സഭയുടെ അധികാരമോ സാഹചര്യങ്ങളുടെ മേലുള്ള അധികാരങ്ങളും ഉപയോഗിക്കുന്ന അപ്പോസ്തലിക പ്രവാചക അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട്, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, വേർഡ് ആൻഡ് സ്പിരിറ്റ്, ഇത് രണ്ടും പാരലായി പോകുന്ന ഒരു സഭയ്ക്കകത്ത് മാത്രമേ എന്ത് ചെയ്യപ്പെടത്തുള്ളൂ? കെട്ടിടം പണിയപ്പെടത്തുള്ളൂ. അപ്പം ഈ കെട്ടിടം പണിയപ്പെടുക എന്നുള്ളത് എന്താണെന്നറിയാമോ? ബേസിക് സ്റ്റേജ് ഓഫ് ദ ചർച്ച്, ദൈവസഭയുടെ ബേസിക് ലെവലാണ് ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും പഴയ കാലത്തും തുടങ്ങി പിതാക്കന്മാർ പറഞ്ഞു കേട്ട ഒരു ഭാഗമുണ്ട്. ദൈവസഭ എന്തല്ല? ദൈവസഭ എന്തല്ല? ഒരു ബിൽഡിംഗ് അല്ല. ദൈവസഭ എന്തല്ല? ഒരു ബിൽഡിംഗ് അല്ല. ദൈവസഭ ഒരു കെട്ടിടം അല്ല. എന്നാൽ അടുത്തത് യുക്തമായി ചേരുമ്പോൾ ഇത് കെട്ടിടമാകുന്നു. എന്നാൽ ഈ കെട്ടിടം എന്ത് ചെയ്യുകയാകുന്നുവെന്നറിയാമോ? യുക്തമായി ചേർന്ന്, എഫെസ്യർ 2:21, അവനിൽ കെട്ടിടം യുക്തമായി ചേർന്ന്, ആമേൻ, വിശുദ്ധ മന്ദിരമായി എന്ത് ചെയ്യുകയാണ്? കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ആത്മീക വളർച്ച പ്രാപിച്ചാൽ മാത്രമേ എന്തായി തീരത്തുള്ളൂ? വിശുദ്ധ മന്ദിരമായി തീരത്തുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ വരുമ്പോൾ അവനിൽ എല്ലാ പെർഫെക്ഷനുകളും ഉണ്ടാകത്തില്ല. അവനിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ടാകത്തില്ല. അവനിൽ ക്ഷമയുടെ പൂർണ്ണതയുണ്ടാകത്തില്ല. അവനിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയുണ്ടാകത്തില്ല. അവനിൽ കൃപാവരങ്ങളുടെ പൂർണ്ണതയുണ്ടാകത്തില്ല. പക്ഷേ ആസ് വി ഗ്രോ ഇൻ സ്പിരിച്വാലിറ്റി, ആത്മീക വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? വളർച്ച പ്രാപിക്കണം. അടുത്തിരിക്കുന്നവരുടെ അടുക്കൽ പറഞ്ഞ്, ആത്മീകമായി വളർച്ച പ്രാപിക്കണം. വിശ്വാസത്തിൽ വളരണോ, കൃപയിൽ വളരണോ, വിശുദ്ധിയിൽ വളരണോ. ഇങ്ങനെ നമ്മൾ വളർച്ച പ്രാപിക്കുമ്പോൾ, ആമേൻ, വളർച്ച പ്രാപിക്കുമ്പോഴാണ് നമ്മൾ എന്തായി തീരുന്നത്? വിശുദ്ധ മന്ദിരമായി തീരുന്നത്. വളർച്ച പ്രാപിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. എന്താണ് വളർച്ച പ്രാപിക്കണമെങ്കിൽ ചെയ്യേണ്ടിയ രണ്ട് കാര്യങ്ങൾ? ആമേൻ. നിങ്ങളുടെ കുഞ്ഞിന് വളർച്ച ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. എന്തോ ചെയ്യണം? ആദ്യം അവൻ എന്ത് ചെയ്യണം? അവന് ഭക്ഷിപ്പാൻ കൊടുക്കണം. അവന് ഭക്ഷിപ്പാൻ കൊടുത്താലേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ? വളരത്തുള്ളൂ. ഭക്ഷിപ്പാൻ കൊടുത്താലേ വളരത്തുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ലെവൽ അനുസരിച്ച് അവന് ഭക്ഷിക്കാൻ കൊടുക്കണം. ഒരു കൊച്ചു കുഞ്ഞിന് പാല് കൊടുക്കണം. അത് കഴിയുന്നുടനെ, ആമേൻ, അത് കഴിയുന്നുടനെ അവന് കട്ടിയായുള്ള ആഹാരം കൊടുക്കണം. അവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് അവന് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കണം. ആമേൻ. എന്നാൽ ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല ഒരമ്മ ചെയ്യുന്നത്. പകരം കിട്ടുന്ന ഭക്ഷണം കൊണ്ട് 24 മണിക്കൂർ ഒരു കുഞ്ഞ് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരമ്മ ചെന്ന് തട്ടി ഉണർത്തിയിട്ട് പറയാം, മതി ഉറങ്ങിയതെന്ന് പറയാം. ആമേൻ. ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ ആദ്യം കളിപ്പിക്കാൻ നോക്കുക, പിന്നീട് അതിനെ കമഴ്ത്തി കിടത്താൻ നോക്കുക, നീന്താൻ പറയും, നടക്കാൻ പറയും. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ എക്സർസൈസ് ചെയ്യിക്കും, അഭ്യസിപ്പിക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കുറേ വചനം കേട്ടതുകൊണ്ട് ആരും വളർച്ച പ്രാപിക്കത്തില്ല. കുറേ വെളിപ്പാട് കേട്ടതുകൊണ്ട് ആരും വളർച്ച പ്രാപിക്കത്തില്ല. നീ കേൾക്കുന്നതിനെ നിന്റെ ലൈഫിനകത്ത് എന്ത് ചെയ്യണം? എക്സർസൈസ് ചെയ്യണം. ആമേൻ. വചനത്തെ എക്സർസൈസ് ചെയ്യണം. വിശ്വാസത്തെ എക്സർസൈസ് ചെയ്യണം. കൃപയെ എക്സർസൈസ് ചെയ്യണം. അഭിഷേകത്തെ എക്സർസൈസ് ചെയ്യണം. ആമേൻ. ആസ് യു എക്സർസൈസ്, ആസ് യു ഓപ്പറേറ്റ്, ആമേൻ, അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ആമേൻ, വളർച്ച പ്രാപിക്കുന്നത്. ജീവിതത്തിൻ്റെ ഗ്രോത്ത് എപ്പോഴും എക്സർസൈസ് ചെയ്യുമ്പോഴാണ്. ആമേൻ. ഒരു ദൈവവചനം ശുശ്രൂഷിക്കുന്നവൻ, ആമേൻ, അവൻ എന്ത് ചെയ്താലേ വളർച്ച പ്രാപിക്കത്തുള്ളൂ? അവൻ പിന്നെയും പിന്നെയും ബൈബിൾ
വായിച്ചു കൊണ്ടേയിരിക്കണം. അവൻ പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അവൻ പിന്നെയും പിന്നെയും എക്സർസൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവൻ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലേ കഴിയത്തുള്ളൂ? എക്സർസൈസ് ചെയ്താലേ കഴിയത്തുള്ളൂ. അവൻ എക്സർസൈസ് ചെയ്യുന്നവനാണ്. ഒന്ന്, അവൻ ഇൻപുട്ട് ഉണ്ടാകണം. രണ്ട്, ലഭിക്കുന്ന ഇൻപുട്ടിനെ ശരിയായ വിധത്തിൽ ബേൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവൻ ഇവൻ്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകത്തുള്ളൂ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കൃപയാൽ രഹബോത്തിലുള്ള ദൈവമക്കൾക്ക് നല്ല സ്ട്രോങ് ഫുഡിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതാത് സമയങ്ങളിൽ നൽകുന്നത് കൊണ്ട് സ്തോത്ര. പക്ഷേ നീ സ്ട്രോങ് ഫുഡ് കഴിച്ചിട്ട് ആമേൻ വെറുതെ ഇരിക്കരുത്. യു ഷുഡ് എക്സർസൈസ്. ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിച്ചിട്ട് വെറുതെ ഇരുന്നാൽ എന്ത് സംഭവിക്കുക? ഇൻഡൈജഷൻ ഉണ്ടാകുക. ഹെവി ഫുഡ് കഴിച്ചിട്ട് വെറുതെ ഇരുന്നാൽ എന്ത് സംഭവിക്കുക? ഇൻഡൈജഷൻ ഉണ്ടാകുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ മേൽ പകർന്ന കൃപയ്ക്കകത്ത് നീ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങണം. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിനകത്ത് നീ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങണം. നിന്റെ മേൽ പകർന്ന വെളിപ്പാടുകൾക്കകത്ത് നീ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങണം. ആസ് യു ഓപ്പറേറ്റ് ആൻഡ് എക്സർസൈസ്, യു ക്യാൻ ഗ്രോ ഇൻ ദ സ്പിരിച്വൽ ലൈഫ്. ജീസസ് 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 ജീസസ്. ഒരു ദൈവ പൈതൽ അവൻ്റെ പ്രാരംഭ സമയത്ത് എന്ത് വിഷയം വന്നാലും അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? പാസ്റ്ററെ വിളിക്കും പ്രാർത്ഥിക്കാൻ. കുറച്ച് കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? പാസ്റ്ററെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് അവൻ തനിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുവിശ്വാസിയുടെ വിഷയത്തിൽ ഇവൻ എന്ത് ചെയ്യും? ഒരു ഭാരം തോന്നും. അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദാറ്റ് ഈസ് ദ ഗ്രോത്ത് ഇൻ ദ പ്രയർ ലൈഫ്. സ്തോത്രം. ആദ്യം ബൈബിൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ ദൈവഭയം കൊണ്ട് എന്ത് ചെയ്യും? വായിച്ചുകൊണ്ടിരിക്കും. രണ്ട്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഈ വചനം ആശ്വസിപ്പിക്കുന്നത് പോലെ തോന്നും. മൂന്ന്, ഈ വചനം മറ്റൊരാളോട് പറയാൻ പ്രേരണ കിട്ടും. ദാറ്റ് ഈസ് എ ഗ്രോത്ത് ഇൻ ദ സ്പിരിച്വൽ ലൈഫ്. ആമേൻ. ആദ്യം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നും. പിന്നീട് അന്യഭാഷയിൽ സംസാരിച്ചാലേ പറ്റത്തുള്ളൂവെന്ന് ഒരു നെസസിറ്റി തോന്നും. മൂന്നാമതായി, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു സൂപ്പർ നാച്ചുറൽ പേഴ്സണാലിറ്റി ആകുന്നത് എനിക്ക് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? സെൻസ് ചെയ്യാൻ തുടങ്ങും. ഞാൻ പറയട്ടെ, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ആത്മാവിൽ നിറയുമ്പോൾ ആദ്യം എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. രണ്ട്, അത് നെസസിറ്റി ആയിരിക്കും. മൂന്ന്, അതൊരു ട്രാൻസ്ഫോർമേഷനെ ഫീൽ ചെയ്യിക്കും. You must have an excitement when you get the anointing. And it must be a necessity in your personal life to carry the anointing, to speak in tongues. And you should sense the transformation, the shifting from the human realm to the spirit realm while you speaking in tongues. അന്യഭാഷകളിൽ ആരാധിക്കുമ്പോൾ നീ നിൽക്കുന്ന ഇടത്തു നിന്ന് വേറൊരു തലത്തിലേക്ക് മാറിപ്പോകുന്നത്, നിന്റെ ശരീരത്തിൽ നീ അറിയാത്ത ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇറങ്ങുന്നത്, നിന്റെ ബുദ്ധിക്ക് അപ്പുറമായ ചില കാര്യങ്ങൾ നിന്റെ വായിൽ നിന്ന് നീ പ്രഖ്യാപിക്കുന്നത്, നിന്റെ ബുദ്ധിയിലും നിന്റെ പരിചയത്തിലും കാണാത്ത ചില വിഷയങ്ങളെ നീ ആത്മാവിൽ കാണുന്നത്. As you grow in the spirituality, you will be the temple of God. On a diagram. Amen. In the beginning you will be a building, and you will be corrected with the pastors, you will be polished with the masons. പക്ഷേ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, as you grow, you will be a temple of God. Amen. ഈ ആലയം ഒരു പള്ളിയായി കഴിയുമ്പോൾ ആ മന്ദിരത്തിൻ്റെ പേർ, ടെമ്പിളിന് പറയുന്നത് വിശുദ്ധ മന്ദിരം എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ വിശുദ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് കരുതുന്ന വിശുദ്ധിയല്ല. പുതിയ നിയമത്തിൽ ലേഖനങ്ങളിലൊക്കെ വിശുദ്ധ സഹോദരന്മാരെ വിശുദ്ധം എന്ന് പറയുന്നത് കാണുവാൻ കഴിയും. വിശുദ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം സെപ്പറേറ്റഡ് ഫോർ ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടത്. ഹോളി അണ്ടു ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടത്. കെട്ടിടം ആർക്കും കയറി താമസിക്കാം, പക്ഷെ അത് ഹോളി ആയി കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. ഒരു ദൈവമനുഷ്യൻ ദൈവത്തിൻ്റെ ടെമ്പിളായി കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകണം, ഐ ആം
ഐ ബിലോങ് ടു ജീസസ്. ഞാൻ കർത്താവിന് വേണ്ടി മാത്രമുള്ളവൻ, ഞാൻ യേശുവിന് വേണ്ടി മാത്രമുള്ളവൻ, ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളവൻ. സെപ്പറേറ്റ് യുവർ സെൽഫ് ഫോർ ഗോഡ്. ആമേൻ. വിശുദ്ധ മന്ദിരമായി വളരുന്നു. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഇത് രണ്ടും കെട്ടിടം യുക്തമായി ചേർക്കുന്ന ഫിറ്റ്ലി ഫ്രെയിമിങ് അത് ആരാണ് ചെയ്യുന്നതെന്നറിയാമോ? സഭയുടെ ശുശ്രൂഷകനാണ്. പക്ഷേ അവൻ വിശുദ്ധ മന്ദിരമായി വളരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൻ്റെ പേഴ്സണൽ എക്സർസൈസിൽ കൂടെയാണ്. കെട്ടിടം പാസ്റ്റേഴ്സിൽ കൂടെയാണ് പണിയപ്പെടുന്നതെങ്കിൽ വിശുദ്ധ മന്ദിരമാകുന്നത് പേഴ്സണൽ എക്സർസൈസിൽ കൂടെയാണ്. പക്ഷേ ആ പാസ്റ്ററും നമ്മളും കൂടെ കൂടിയാൽ സഭ പൂർണ്ണമാകുമോ? ഇല്ല. പാസ്റ്റർക്ക് നിന്നെ ചെത്താനും പണിയാനും പറ്റും, നീ തന്നെ പ്രാർത്ഥിച്ചാൽ നിനക്ക് വളരാൻ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ നിവാസമാകണമെങ്കിൽ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ആമേൻ. ദൈവത്തിൻ്റെ നിവാസമാകുക, ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുക. എവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്നതെന്നറിയാമോ? എവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം? ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്നത് ആത്മാവിനാൽ പണിയപ്പെടുന്നവനാണ്. നിങ്ങൾ ആ 3 പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആമേൻ, ആദ്യത്തേതിൽ ഒരു കെട്ടിടത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തേതിൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരാലയത്തെ കാണുവാൻ കഴിയും. പക്ഷെ 3-ാമത്തേതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നതായ, ആമേൻ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിവാസത്തിനകത്ത് എന്തുണ്ടായിരിക്കുക? ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുക. ദൈവത്തിൻ്റെ നിവാസത്തിനകത്ത് എന്തുണ്ടായിരിക്കുക? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുക. ദൈവത്തിൻ്റെ നിവാസത്തിനകത്ത് എന്തുണ്ടായിരിക്കുക? ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കാൻ കഴിയുക. ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കാൻ കഴിയുക. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡെപ്തായിട്ട് പറയാം. ആമേൻ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്മെല്ല് നിങ്ങളുടെ വീട്ടിനകത്ത് കാണും. ഉണ്ടാകുമോ? ഉണ്ടാകും. പപ്പയുടെ മമ്മിയുടെ റൂമിൽ ചെന്നാൽ ഒരു സ്മെല്ല് കാണാം. കുഞ്ഞുങ്ങളുടെ റൂമിൽ ചെന്നാൽ ഒരു സ്മെല്ല് കാണാം. ആമേൻ. മറ്റു ചിലരുടെ റൂമിൽ ചെന്നാൽ അവിടെയും ഒരു സ്പെഷ്യൽ മണം കാണാം. ആമേൻ. നമ്മുടെ ലൈഫിൻ്റേതായിട്ടുള്ളതായ, നമ്മുടെ ക്യാരക്ടറിൻ്റെ, നമ്മുടെ ഡിസിപ്ലിൻ്റേതായിട്ടുള്ള എന്തുണ്ടായിരിക്കുക? ഒരു സ്മെല്ലുണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് ദൈവത്തിൻ്റെ ഒരു മണം പോലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ, ആമേൻ, അവൻ്റെ സംസാരത്തിൽ ഒരു ദൈവിക മണം ഉണ്ടായിരിക്കുക. അവൻ്റെ സ്വഭാവത്തിൽ ഒരു ദൈവിക മണം ഉണ്ടായിരിക്കുക. അവൻ്റെ ക്യാരക്ടറിൽ ഒരു ദൈവിക മണം ഉണ്ടായിരിക്കുക. അവൻ്റെ പെരുമാറ്റത്തിൽ ഒരു ദൈവിക മണം ഉണ്ടായിരിക്കുക. ആമേൻ. ഫ്ലേവർ ഓഫ് ഗോഡ്. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഫ്ലേവർ ഓഫ് ഗോഡ്, ഫ്ലേവർ ഓഫ് ഗോഡ്, ഫ്ലേവർ ഓഫ് ഗോഡ്, ഫ്ലേവർ ഓഫ് ഗോഡ്. അപ്പം ദൈവത്തിൻ്റെ നിവാസമാകണോ? ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ ചോദിക്കുന്നു, ആമേൻ, നിനക്ക് ആരാകാൻ ആഗ്രഹം? ഒരു ബിൽഡിംഗ് ആകാൻ ആഗ്രഹമുണ്ടോ? ഒരു ടെമ്പിൾ ആകാൻ ആഗ്രഹമുണ്ടോ? ഒരു ഹാബിറ്റേഷൻ ആകാൻ ആഗ്രഹമുണ്ടോ? ആമേൻ. ഹാബിറ്റേഷൻ ആവുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷനകത്ത്, ദൈവവുമായിട്ടൊരു കമ്മ്യൂണിയനകത്ത്, ദൈവവുമായിട്ടൊരു ഇൻറ്റിമസിക്കകത്ത് ദൈവത്തിൻ്റെ നിവാസമായി തീരണം. ഇന്ന് പകൽ കരമുയർത്തി പറഞ്ഞേ, ഐ വാണ്ട് ടു ബി ദ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്. എനിക്ക് ദൈവത്തിൻ്റെ നിവാസമായി തീരണം. ദൈവത്തിൻ്റെ ഒരു കാരിയറായി മാറ്റപ്പെടണം. ദൈവത്തെ വഹിക്കുന്നവനായി എനിക്ക് മാറ്റപ്പെടണം. ദൈവത്തെ വഹിക്കുന്നവനായി മാറ്റപ്പെടണം. ഞാൻ ഇനി 3-ാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ഒരു ദൈവമന്ദിരം പണിയപ്പെടുന്നത്, ഒരു ദൈവനിവാസം പണിയപ്പെടുന്നത് അത് ആത്മാവിനാലാകുന്നു. ഇന്ന് പകൽ എന്നോട് ചേർന്ന് പറഞ്ഞേ, ഒരു ദൈവനിവാസം പണിയപ്പെടുന്നത്, ഒരു ദൈവനിവാസം പണിയപ്പെടുന്നത് ആത്മാവിനാലാകുന്നു. ഒരു ദൈവനിവാസം പണിയപ്പെടുന്നത് ആത്മാവിനാൽ ആകുന്നു. ഒരു ദൈവനിവാസം പണിയപ്പെടുന്നത് ആത്മാവിനാൽ ആകുന്നു. ആമേൻ. ദൈവനിവാസം പണിയപ്പെടുക എന്ന് പറയുമ്പോൾ, ആമേൻ, എങ്ങനെയാണ് ദൈവത്തിൻ്റെ നിവാസം പണിയപ്പെടുന്നത്? ഞാൻ പഴയ നിയമത്തിലേക്ക് ഒന്നും കൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പഴയ നിയമത്തിൽ പ്രധാനമായി 3 ദൈവാലയങ്ങളെ കാണുവാൻ കഴിയുക. 1 മരുഭൂമിയിലെ സമാഗമന കൂടാരം, 2 ശലോമോന്റെ ദൈവാലയ, 3 സെരുബാബേലിൻ്റെ ദൈവാലയ, 4
രണ്ടാമതായി ഒന്നുണ്ട്, ഹെരോദാവ് പുതുക്കി പണിത ദൈവാലയം. ഞാൻ അതിലേക്കല്ല കയറുന്നത്. ആമേൻ. ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായി 3 ദൈവാലയങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതിൽ ഒന്ന് മരുഭൂമിയിലെ സമാഗമന കൂടാരമാണ്. 2 സ്തോത്രം ശലോമോൻ പണിത ദൈവാലയമാണ്. 3 സെരുബാബേൽ പണിത ദൈവാലയമാണ്. ഇത് 3ലേക്കും ഞാൻ കടന്നു വരുന്നതിൻ്റെ കാരണം ആമേൻ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വന്നവർക്ക് ഈ ദൂതിൻ്റെ ആമേൻ ഡെപ്തിനെ മനസ്സിലാക്കുവാൻ കഴിയാം. സ്തോത്ര ആമേൻ. ആദ്യം ആലയം പണിയപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? മരുഭൂമിയിലാണ് പണിയപ്പെടുന്നത്. മരുഭൂമിയിൽ പണിയപ്പെടുന്ന ദൈവാലയത്തിന് 48 നിവരെ നിൽക്കുന്ന പലകകളുണ്ട്. ആ 48 നിവരെ നിൽക്കുന്ന പലകകൾക്കകത്ത് 12 മൂടുശീലകളുണ്ട്. ആമേൻ. പഞ്ഞി നൂൽ കൊണ്ടുള്ളത്, ധൂമ്ര നൂൽ കൊണ്ടത് ഉള്ളതുമായിട്ട് ഉള്ളതും ഏറ്റവും അവസാനം തഹശുതോൽ കൊണ്ട് മൂടിയിട്ടിരിക്കുന്നതുമായിരിക്കുന്ന 12 മൂടുശീലകൾ കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന 48 നിവരെ നിൽക്കുന്ന പലകകളിൽ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് ആമേൻ അന്താഴങ്ങളിട്ട് മുറുക്കി നിൽക്കുന്നതായ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ മന്ദിരവോ ആമേൻ പ്രാകാരവും നിൽക്കുന്നതായ ആമേൻ ദൈവത്തിൻ്റെ സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വെച്ച് പണിതെടുത്തിട്ട് അവർ കനാനിൽ എത്തുന്നിടം വരെയോ കെഹാത്യർ അതിൻ്റെ പെട്ടകം എടുക്കുകയോ ഗർശോന്യരും ഗരാര്യരും മെരാര്യരും ചേർന്നിട്ട് ഗർശോന്യരും മെരാര്യരും ചേർന്ന് അതിൻ്റെ തടികളും അതിൻ്റെ മൂടിശീലകളും മടക്കിയെടുത്ത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ചരിത്രമൊന്നും ഇപ്പോൾ ഞാൻ കയറുന്നില്ല. പക്ഷേ ഈ ഒന്നാമത്തെ ദൈവാലയം പണിയപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? മരുഭൂമിയിലാണ് സമാഗമന കൂടാരം പണിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആലയം പണിയപ്പെടുന്നത് മരുഭൂമിയിലാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നാമത്തെ ഭാഗം പറയുന്നു. ആത്മാവ് ദൈവാലയം പണിതത് എവിടെയാണ്? ആത്മാവ് ദൈവാലയം പണിതത് മരുഭൂമിയിലാണ്. ആത്മാവ് ദൈവാലയം പണിതത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ മരുഭൂമികളിൽ ദൈവത്തിന്റെ ആത്മാവിന് തന്റെ നിവാസങ്ങളെ പണിയുവാൻ. Yes, the temple in the wilderness. I am the habitation in the wilderness. Latoni miheshi pramorthani lantania. മരുഭൂമിയിൽ ഒരു ദൈവാലയം പണിയുന്നു. ഇന്ന് പകൽക്കാലം നീ അറിയണം, മരുഭൂമിയിൽ ഒരു ദൈവാലയം. ഞാൻ പറയാം, സെരുബാബേലിന്റെ ആലയത്തിലും നിയമപ്പെട്ടകമുണ്ടായിരുന്നു. ആമേൻ. ശലോമോന്റെ ആലയത്തിലും നിയമപ്പെട്ടകമുണ്ടായിരുന്നു. പക്ഷെ ശലോമോന്റെ ആലയത്തിലും സെരുബാബേലിന്റെ ആലയത്തിലും ആമേൻ കൊണ്ടുവയ്ക്കപ്പെട്ട നിയമപ്പെട്ടകം എവിടെ പണിതതായിരുന്നെന്നറിയാമോ? മരുഭൂമിയിൽ പണിതതായിരുന്നു. ടെമ്പിള് മാറി, സ്ട്രക്ചർ മാറി, ആമേൻ ഡൈമെൻഷൻസ് മാറി, സിസ്റ്റം മാറി. പക്ഷേ അതിനകത്തിരുന്ന ദൈവ സാന്നിധ്യം വഹിക്കുന്ന പെട്ടകം പണിയപ്പെട്ടത് മരുഭൂമിക്കകത്തായിരുന്നു. രാജാക്കന്മാർ പണിത ടെമ്പിളിനകത്ത്, ആമേൻ രാജ്യങ്ങൾ പണിത ടെമ്പിളിനകത്ത് ഇരുന്നതായ ആർക്ക് ഓഫ് ഗോഡ് പെട്ടകം അത് പണിയപ്പെട്ടത് മരുഭൂമിയിലായിരുന്നു. ഇന്ന് പകൽ ഞാൻ നിന്നോട് ദൈവത്തിന്റെ ദൂത് പറയാ. ദൈവം നിന്നെ മരുഭൂമിയിൽ പണിയുന്നത് ഒരു സീസണിലേക്കല്ല, but for the eternal purpose. ഞാൻ അടുത്തതുകൂടെ പറയാം. ദാവീദ് ശലോമോൻ പണിത ദൈവാലയവും സെരുബാബേൽ പണിത ദൈവാലയങ്ങളും ഒക്കെ വലുതായിരുന്നു. പക്ഷേ അതിന്റെ ബേസിക് സ്ട്രക്ചർ എന്തായിരുന്നെന്നറിയാമോ? മരുഭൂമിയിൽ പണിത ദൈവാലയമായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എത്ര വിശാലതയും വളർച്ചയും പ്രാപിച്ചാലോ അതിന്റെ ബേസിസ് എന്ന് പറയുന്നത്, നിന്റെ ലൈഫിന്റെ ബേസിസ് എന്ന് പറയുന്നത് നിന്റെ വിൽഡർനെസ്സിനകത്ത്, നിന്റെ മരുഭൂമിക്കകത്ത്. ജീസസ്. മരുഭൂമിയിൽ പണിയപ്പെടുന്നവനാ ദൈവാലയം. പറഞ്ഞേ, മരുഭൂമിയിൽ പണിയപ്പെടുന്നവനാ ദൈവാലയം. നിന്റെ മരുഭൂമികളെ നോക്കിയിട്ട് തൻ്റെ ഇടത്തോടെ പറ, മരുഭൂമിയിൽ പണിയപ്പെടുന്നവനോട് ദൈവാലയം. വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ പണിയുന്നവൻ, അഗ്നിസർപ്പവും തേളുകളുമുള്ള മരുഭൂമിയിൽ പണിയപ്പെടുന്നവൻ. യെസ്, ആമേൻ. സ്വന്തമായി ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ പണിയുന്നവൻ, അവനാണ് ദൈവത്തിൻ്റെ ആലയം. I am the temple of God. I am the habitation of God. മരുഭൂമിയിൽ പണിയപ്പെട്ട ദൈവാലയം.
ഞാൻ അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം. മരുഭൂമിയിൽ ദൈവാലയം പണിയുന്നു. മരുഭൂമിയിൽ ദൈവാലയം പണിയുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് പണിയുന്നത്? ആത്മാവിൻ്റെ പണിയെക്കുറിച്ചാണ് ഞാൻ വരുന്നത്. മരുഭൂമിയിൽ ദൈവാലയം പണിയുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് പണിയുന്നതെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം, ഒന്ന് ശ്രദ്ധിക്കണേ മോനെ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യം. അവിടെ ആമേൻ, 10-ാം വാക്യത്തിൻ്റെ ആരംഭം മാത്രം. ഖദിര മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ആമേൻ. മെയ്ഡ് ആൻ ആർക്ക് ഓഫ് ഷിത്തീം വുഡ്. ആമേൻ. ഷിത്തീം തടി കൊണ്ട്, ഖദിര മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ഇനി 13-ാം വാക്യം ഒന്ന് കാണിച്ചേ. 13-ാം വാക്യം. ആമേൻ. ഖദിര മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കണം. ഇനി 23-ാം വാക്യം ഒന്ന് കാണിച്ചേ. 23-ാം വാക്യം. ആമേൻ. ഖദിര മരം കൊണ്ട് ഒരു മേശ ഉണ്ടാക്കണം. ഇനി 26-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് കാണിച്ചേ. 26-ാം അധ്യായം 15-ാം വാക്യം. അവിടെ പറയാം, ഖദിര മരം കൊണ്ട്, ആമേൻ, ഖദിര മരം കൊണ്ട് നിവരെ നിൽക്കുന്ന 48 പലകകൾ ഉണ്ടാക്കണം. ഇനി 27-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് കാണിച്ചേ. 27-ാം അധ്യായം 1-ാം വാക്യം. ഖദിര മരം കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കണം. ആമേൻ. മേശ, യാഗപീഠം, പെട്ടകം, തണ്ടുകൾ, പലക, ഇത് മുഴുവനും എന്തുകൊണ്ട് പണിയപ്പെടണം? ഖദിര മരം, ഷിത്തീം വുഡ് കൊണ്ട് അവൻ പണിയണം. ഷിത്തീം വുഡ് കൊണ്ട് അവൻ പണിയണം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, മരുഭൂമിയിൽ എവിടെ നിന്ന് തടി വരും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മരുഭൂമിയിൽ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ അടുക്കൽ ദൈവം പറയുകയാണ്, നീ ആലയം പണിയണം. സ്വർണം കൊണ്ട് കയ്യിൽ. എവിടെ നിന്ന് കൊണ്ടുവന്നതാ? മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം. അവനെ പറ്റിച്ചവനെ തിരികെ പറ്റിച്ച് ദൈവം എടുത്തു കൊടുത്തതാ. ആമേൻ. എന്നാൽ മരുഭൂമിയിൽ പറയാം, നീ ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. മോശ ദൈവത്തോട് ചോദിച്ചില്ല, കർത്താവെ ഖദിരമരം എവിടെ കിട്ടുമെന്ന് ചോദിച്ചില്ല. എന്താണ് കാരണമെന്നറിയാമോ? ഖദിരമരം വളരുന്നത് എവിടെയാണ്? മരുഭൂമിയിൽ. വെള്ളമില്ലാത്ത മരുഭൂമിയിൽ വളരുന്ന ഖദിരമരത്തിനെ മരുഭൂമിയിൽ ആലയം പണിയാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ശങ്ക കാണും, ആശങ്ക കാണും. ആമേൻ. വൈ മീ ഓൺലി പ്ലാന്റഡ് ഇൻ എ വിൽഡർനെസ്. സന്തോഷമില്ലാത്ത ഒരു മരുഭൂമിയിൽ എൻ്റെ ദൈവം എന്തിനാ എന്നെ കൊണ്ടുവന്ന് നട്ടത്? വേറെ എത്രയോ നല്ല കുടുംബങ്ങളുണ്ടായിരുന്നു കർത്താവേ. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അവളുടെ വീട്ടിൽ ഞാൻ ജനിച്ചില്ലല്ലോ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ വീട്ടിൽ ഞാൻ ജനിച്ചില്ലല്ലോ, ഈ നശിച്ച വീട്ടിൽ തന്നെ ഞാൻ ജനിച്ചല്ലോ. എടാ, മരുഭൂമിയിൽ വളരുന്ന ഖദിരമരത്തിനെ ദൈവാലയത്തിൻ്റെ പലകയാകാൻ കഴിയത്തുള്ളത്. മരുഭൂമിയിൽ വളരുന്ന ഖദിരമരത്തിന് മാത്രമേ ദൈവത്തിൻ്റെ പെട്ടകമാകാൻ കഴിയത്തുള്ളത്. ഖദിരമരത്തിൽ വളരുന്ന, ആമേൻ, മരുഭൂമിയിൽ വളരുന്ന ഖദിരമരത്തിന് മാത്രമേ ദൈവത്തിന്റെ യാഗപീഠമാകാൻ കഴിയത്തുള്ളൂ. ഒരു ഖദിരമരം പ്രായമാകണമെങ്കിൽ, ഒരു ഖദിരമരം വെട്ടാൻ മുറ്റണമെങ്കിൽ കുറഞ്ഞത് 15 വർഷം വേണം. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ അടിവാരത്തെത്തി. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് 15 വർഷം മുമ്പേ ദൈവം മരുഭൂമിയിൽ ഷിത്തീം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവം കരുതുമെന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. ദൈവം കരുതുമെന്ന് ഒരിക്കലും പറയരുത്. പകരം എന്തോ പറയണം? ദൈവം കരുതിയിട്ട് ഉണ്ട്. ദൈവം കരുതിയിട്ടുണ്ട്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മലയുടെ അടിവാരത്ത് വരുമ്പോൾ കൊച്ചു കൊച്ചും ഷിത്തീം മരങ്ങൾ നിൽക്കുന്നു. അവരറിഞ്ഞില്ല ആദ്യം എന്തിനു വേണ്ടിയാണെന്ന്. പക്ഷെ മോശ സീനായ് പർവ്വതത്തിൽ 40 ദിവസം ഉപവാസം ഇരുന്ന് വെളിപ്പാട് പ്രാപിച്ച് താഴെ ഇറങ്ങി വന്നപ്പം മനസ്സിലായി, ഈ മരങ്ങൾ മുഴുവൻ ആലയം പണിയാനുള്ളതാണെന്ന്. ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം കൂടെ പറയാം. നിന്റെ ചുറ്റിനും ദൈവം നൽകിയിരിക്കുന്ന ചില സംഗതികൾ എന്തിനാണെന്ന് നിനക്കറിയത്തില്ല. എന്തിനീ വേദന, എന്തിനീ ഭാരങ്ങൾ, എന്തിനീ അനുഭവങ്ങൾ, എന്തിനീ അവസരങ്ങൾ, എന്തിനീ അവസ്ഥകൾ, എന്തിനെതിൻ്റെ ദൈവമേ ഇവിടെ കൊണ്ടുവന്നോ? സിറ്റ് ഇൻ ദ പ്രസൻസ് ഫോർ 40 days at the top of the Mount Sinai with your God. Sit in his presence and you can know and you shall know his purpose upon your life. Jesus. മരം വെട്ടിയാൽ മരത്തിനകത്ത് എന്ത് കാണും? വെള്ളമയം കാണും. മരം വെട്ടിയാൽ മരത്തിനകത്ത് വെള്ളമയം കാണും. കാരണം ഭൂമിയിൽ നിന്ന് എന്തു കയറും?
വെള്ളം കയറും. പക്ഷേ വെള്ളമില്ലാത്ത മരുഭൂമിയിൽ വളരുന്ന ശിത്തീം തടിക്കകത്ത് എന്തോ ഉണ്ട്? വെള്ളമില്ല. പകരം അതിനകത്ത് എന്തുണ്ടെന്നറിയാമോ? നമ്മളൊക്കെ ടെർമൈറ്റ് പ്രൂഫായിട്ട് കീടാണു കയറാതെ ചില ഓയിലുകൾ നമ്മൾ തടികൾ ഈ ടെർമൈറ്റ് പ്രൂഫായിട്ട് നമ്മൾ ചില സംഗതികൾ ചെയ്യും. പക്ഷേ മരുഭൂമിയിൽ വളരുന്ന ശിത്തീം തടിക്കകത്ത് എന്തുണ്ടെന്നറിയാമോ? എ ടൈപ്പ് ഓഫ് കെമിക്കൽ, എ ടൈപ്പ് ഓഫ് ഓയിൽ ഈസ് ദയർ. ശിത്തീം തടി ഏത് മണ്ണിൽ കൊണ്ട് കുത്തിവെച്ചാലും ചെതലരിക്കത്തില്ല, പുഴുവരിക്കത്തില്ല, ഒരു കുന്തവും അതിലരിക്കത്തില്ല. കാരണം ഇതിനകത്ത് ഇൻബോണായിട്ട്, ഇൻബിൾട്ടായിട്ട് ദൈവം അതിനകത്തൊരു ഓയിൽ, ദൈവം അതിനകത്ത് ഒരു ആൻറ്റി ടെർമൈറ്റ്, ദൈവം അതിനകത്തൊരു ഓയിൽ നൽകിയിരിക്കുകയാണ്. ആമേൻ. ശിത്തീം തടിയെ കണ്ട ശിത്തീം തടിക്കകത്ത് വെറും പച്ചവെള്ളമല്ലെന്നേ. ആമേൻ. ശിത്തീം തടിക്കകത്ത് നിൽക്കുന്നത് ഒരു ഓയിലാ. ആമേൻ. ആമേൻ. വെള്ളമുള്ള തടി വെട്ടിയിട്ടാൽ എന്തോ സംഭവിക്കും? വെള്ളമുള്ള തടി വെട്ടിയിട്ടാൽ എന്തോ സംഭവിക്കും? ഉണങ്ങും. പക്ഷേ ആമേൻ, ശിത്തീം തടി വെട്ടിയിട്ടാലും എന്ത് ചെയ്യുമെന്നറിയാമോ? അതിൻ്റെ ഓയിൽ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇപ്പം മനസ്സിലായോ? വെട്ടിയിട്ട് നേരെ നിൽക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? മരുഭൂമിയിൽ നടപ്പെട്ടവനെ വെട്ടിയിട്ടാലും അവ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കാരണം അവൻ്റെ അകത്ത് കിടക്കുന്നത് വെള്ളമല്ല, അവൻ്റെ അകത്ത് കിടക്കുന്നത് ഓയിലാണ്. വെള്ളത്തിൻ്റെ നനവുള്ള തടിയെടുത്ത് യാഗപീഠം പണിതാൽ 4 യാഗം കഴിയുമ്പോഴത്തേക്ക് തടി പ്ലിങ്കോ എന്നാവും. പക്ഷേ അകത്ത് കെമിക്കൽ കിടക്കുന്ന തടിയുടെ ചുറ്റുവട്ടത്തിൽ യാഗപീഠത്തിൻ്റെ അണയാത്ത കനലിനകത്തും ഇവൻ എന്ത് ചെയ്യും അറിയാമോ? ഇങ്ങനെ നേരെ നിൽക്കും. ജീസസ് മരുഭൂമിയിൽ പണിയുന്ന ദൈവാലയം അത് ആത്മാവിൻ്റെ പണിയാ. ഇന്ന് പകൽക്കാലം നീ അറിയണോ? ദൈവത്തിൻ്റെ നിവാസം പണിയാൻ ആമേൻ നല്ല നനവുള്ള 10 തടിയല്ല വേണ്ടത്. പകരം ദൈവത്തിന് വേണ്ടത് മരുഭൂമിയിൽ വളർന്നു കയറി വന്ന ശിത്തീം ഇൻ ദ വിൽഡർനെസ്. ശിത്തീം ഇൻ ദ വിൽഡർനെസ്. ഞാൻ ഒരു കാര്യം കൂടെ അതിനകത്ത് പറയാം. ദൈവം നിന്റെ അടുക്കൽ മരുഭൂമിയിൽ ഒരു ആലയം പണിയാൻ പറഞ്ഞാൽ ആലയത്തിനുള്ള തടിയും എവിടെ തന്നെ തരും? മരുഭൂമിയിൽ തന്നെ തരും. ഇന്ന് പകൽ നീ അറിയണം, ദൈവം നിന്നെ മാറയുടെ തീരത്ത് കൊണ്ടുവന്നാൽ മാറയെ മധുരമാക്കാനുള്ള പ്രൊവിഷനും എവിടെ തന്നെ വെച്ചിട്ടുണ്ട്? മാറയുടെ തീരത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രതിസന്ധിയുടെ പ്രതിവിധി, നിന്റെ പ്രതിസന്ധിയുടെ പോംവഴി അത് നിന്റെ അകത്തുണ്ട്. ഉറപ്പുള്ളവർ മാത്രം കരമടിച്ച് തലമനമരമന planted in the wilderness, grew in the wilderness, and now became the part of his temple in the wilderness. മരുഭൂമിയിൽ നടപ്പെട്ട് മരുഭൂമിയിൽ വളർന്നവൻ ഇപ്പോൾ മരുഭൂമിയിലെ ഒരു ദൈവാലയമായി മാറ്റപ്പെട്ടു. ജീസസ്. ഇപ്പോൾ ശിത്തീം തടിക്ക് സമാധാനമായി, ഇപ്പോൾ കതിരമരത്തിന് സന്തോഷമായി. ഇത്രയും നാൾ ഈ മരുഭൂമിയിൽ നടപ്പെട്ടത് എന്തിനാണെന്ന് അറിയത്തില്ലായിരുന്നു. ഈ മരുഭൂമിയിൽ തന്നെ വളർന്നത് എന്തിനാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ ഷെഖേന വന്ന് എന്നെ കവർ ചെയ്തപ്പോൾ മനസ്സിലായി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇവൻ മരുഭൂമിയിൽ നിന്ന സമയം മുഴുവനും മരുഭൂമിയുടെ വെയിലും ശൈത്യവും അനുഭവിച്ചിരുന്നു. എന്നാൽ ഇവനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവനെ വെട്ടിയെടുത്ത് ചീകിയെടുത്ത് അകത്തുകൊണ്ട് നിർത്തിയിട്ട്
48 പലകകളെയും അതിൻ്റെ അന്താഴങ്ങളെയും അതിൻ്റെ പെട്ടകത്തെയും അതിൻ്റെ യാഗപീഠത്തെയും അതിൻ്റെ മേശയെയും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ഇന്ന് പകൽ ഞാനൊരു യാഥാർത്ഥ്യം പറയാം. നീ പ്ലാൻ ചെയ്യപ്പെട്ടത് മരുഭൂമിയിലാണ്, നീ വളർന്നത് മരുഭൂമിയിലാണ്. പക്ഷേ അവൻ നിന്നെ പൊന്നുകൊണ്ട് പൊതിയും. മരുഭൂമിയിൽ പണിയപ്പെട്ട് ആത്മാവ് ആലയം പണിയുന്നു. മരുഭൂമിയിൽ 2 ദൈവസാന്നിധ്യത്തിൻ്റെ പണി, ദൈവാലയത്തിൻ്റെ പണി നടക്കുന്നത്. ആമേൻ. ഇത് കൊണ്ടുപോയി ശീലോവിലെ കൂടാരത്തിൽ വെച്ചു. പിന്നീട് ഈ പെട്ടകം മാത്രമായി അവശേഷിച്ചു. പെട്ടകം മാത്രമായി ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവച്ചു. ഏറിയ നാളുകൾ കഴിഞ്ഞു. ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ഞാൻ ആലയം പണിയട്ടെ. ദാവീദ് ആലയം പണിയുവാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ എന്നും ഫൈറ്റിംഗ് ഉള്ളവൻ്റെ അകത്ത് എൻ്റെ സ്പിരിറ്റ് കയറത്തില്ല. നീ എന്നും ഫൈറ്റിംഗ്. നീ പ്രാർത്ഥിക്കാനിരുന്ന കർത്താവെ അവൻ്റെ മണ്ടയിൽ ഇടിവെട്ടണം, ഇവൻ്റെ മണ്ടയിൽ കാറ് കയറണം, അവൻ്റെ മണ്ടയ്ക്ക് ടാങ്കർ ലോറി കയറണം. നീ ഇരുന്ന മുഴുവനും എന്താണെന്നറിയാമോ? നീ ഫുൾ ടൈം പോരും പോരാട്ടം. നിന്നെ കൊണ്ട് ആലയം പണിയാൻ പറ്റുകയില്ല. ആലയം പണിയണമെങ്കിൽ നിൻ്റെ അകത്തുനിന്ന് ഒരു സമാധാന സന്തതി ജനിക്കണം. നിൻ്റെ അകത്തുനിന്ന് ഒരു സമാധാന സന്തതി ജനിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആലയം പണിയണം. കാരണം ഞാൻ പണിയുന്നത് പരിശുദ്ധാത്മാവാണ്. സമാഗമന കൂടാരം പണിയാൻ ദൈവം ആരെയാ തിരഞ്ഞെടുത്തതെന്നറിയാമോ? മോശയുടെ പേരെന്താണെന്നറിയാമോ? ഭൂതലത്തിലുള്ള സകല മനുഷ്യരെക്കാട്ടിലും അതിസൗമ്യനായിരുന്നു. അതിസൗമ്യനായ മോശയെ കൊണ്ടുവന്ന് ദൈവം ആലയം പണിയിച്ചു. ഇപ്പോൾ 2ാമത്തെ ആലയം പണിയിക്കുമ്പോൾ സമാധാനത്തിൻ്റെ പുരുഷനായിരിക്കുന്ന ശലോമോനെ കൊണ്ടുവന്ന് ആലയം പണിയിക്കുന്നു. ആമേൻ. ഏത് മരുഭൂമിയിൽ നിനക്ക് ആലയം പണിയാം, പക്ഷെ നിന്റെ ഹൃദയം സൗമ്യതയുടേതായിരിക്കണം. ആമേൻ. ഏത് സാഹചര്യത്തിൽ നിന്റെ പിതാക്കന്മാർക്ക് പണിയാൻ കഴിയാതിരുന്നതിനെ നിനക്ക് പണിയാൻ കഴിയും. നീ സമാധാനത്തിൻ്റെ പുരുഷനായിരുന്നാൽ മതി. ആമേൻ. ഇപ്പോൾ 2ാമത്തെ ദൈവാലയം പണിയപ്പെടുകയാണ്. 2ാമത്തെ ദൈവാലയം പണിയുവാൻ തക്കവണ്ണം വരുമ്പോൾ ശലോമോൻ്റെ അടുക്കൽ ദാവീദ് പറയുകയാണ്, ആമേൻ, ആദ്യത്തെ ആലയം പണിതത് മരുഭൂമിയിലാണ്. പക്ഷെ 2ാമത്തെ ആലയം പണിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം. അവിടെ ദാവീദ് ശലോമോൻ്റെ അടുക്കൽ പറയുകയാണ്, ഇതാ ഞാൻ എൻ്റെ കഷ്ടത്തിൽ, ആമേൻ, വായിച്ചേ, ഇതാ ഞാൻ എൻ്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 1,00,000 താലന്ത് പൊന്നും 10,00,000 താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട്. മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. നിനക്കിനിയും അതിനോട് ചേർത്തുകൊള്ളാമല്ലോ. ദാവീദ് പറയുകയാണ്, എനിക്ക് ആലയത്തെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ആലയത്തിന് വേണ്ടിയ സകലതും ഒരുക്കപ്പെട്ടോ. ആലയത്തിന് വേണ്ടിയ സകലതും ദാവീദിന് ഒരുക്കപ്പെട്ടോ. എപ്പോഴാണ് ഒരുക്കപ്പെട്ടതെന്നറിയാമോ? ആ വാക്യത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ്, ഇതാ ഞാൻ എൻ്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 34,00,000 പൊന്ന്, ആമേൻ, 34,00,000 പൊന്ന്, 34,000 ടണ്ണ്, 34,00,000 പൊന്ന്, ആമേൻ, അതിനോട് ചേർത്ത് 340 കോടി വെള്ളിയും ഞാൻ എന്ത് ചെയ്തു വെച്ചിരിക്കുകയാണ്? ആമേൻ, ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ആമേൻ. ഞാനതിലെ പൊന്നിൻ്റെ കണക്ക് മാത്രം പറയാം. അദ്ദേഹം പറയുകയാണ് 34,000 ടൺ പൊന്ന് ഞാൻ ശേഖരിച്ചു വെച്ചെന്ന്. എന്ന് പറഞ്ഞാൽ 34,00,000 കിലോ സ്വർണം ദാവീദിൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന്. 34,00,000 കിലോ സ്വർണം. പിന്നെ താമ്രോ ഇരുമ്പോ ഒന്നും ഞാൻ മെഷർ ചെയ്യാൻ പോയില്ല. ഇതിനൊക്കെ ത്രാസ് മേടിച്ചെന്തിനാ കാശ് കളയുന്നേ? ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, നീ എത്ര എന്ന് വെച്ചാൽ നോക്കിയെടുത്തോളാൻ. ആമേൻ. ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കണം, ദാവീദ്, ഈ 34,00,000 കിലോ സ്വർണം, 34,000 ടൺ സ്വർണം
നിനക്ക് എവിടെ നിന്നാ കിട്ടിയതെന്ന് ദാവീദ് പറയോ, ഞാൻ കഷ്ടതയുടെ കനൽപാതകളിൽ കൂടെ ഓരോ ചുവട് വെക്കുമ്പോഴോ, എൻ്റെ സ്പിരിച്വൽ വാർഫെയറിനകത്ത് ഒന്നിനു പിറകെ ഒന്നായി ഓരോ ശത്രു കയറി വരുമ്പോഴോ, ഓരോ യുദ്ധം കയറി വരുമ്പോഴോ, എൻ്റെ തമ്പുരാൻ അതിനകത്തു നിന്ന് എനിക്ക് പൊന്ന് തന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അത് 34 ലക്ഷം കിലോയായി. ഇന്ന് പകൽക്കാലം നീ അറിയണം, നിനക്കെതിരെ വല്ല അധോലോകത്തെയും പാതാളത്തിലെയോ പൈശാചിക മണ്ഡലങ്ങൾ മാടനും വേടനും യുദ്ധത്തിന് വരുമ്പോൾ നീ അറിഞ്ഞുകൊള്ളണം, the Spirit is building a temple in your life. എൻ്റെ കഷ്ടതയ്ക്കകത്ത് ദൈവം എൻ്റെ ട്രഷറി വലുതാക്കിക്കൊണ്ടിരുന്നു. 34 ലക്ഷം കിലോ, 34,000 ടൺ സ്വർണം എൻ്റെ കയ്യിലിരിപ്പുണ്ടെന്ന്. 34,000 ടൺ സ്വർണം എൻ്റെ കയ്യിലിരിപ്പുണ്ടെന്ന്. നമ്മുടെ ഇതുവഴി പോകുന്ന ടോറസിനകത്ത് എത്ര ടണ്ണ് കയറുമെന്നറിയാമോ? 15 ടണ്ണ്, 20 ടണ്ണ്. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ സ്വർണം മുഴുവനും ടോറസെ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ 1 ലക്ഷത്തിലല്ല 2 ലക്ഷം ടോറസ് നിരത്തിയിട്ടാലേ ദാവീദിൻ്റെ സ്വർണം ഒന്ന് കൊണ്ടുപോകാൻ കഴിയത്തുള്ളെന്ന്. ദാവീദ് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചോ? ദാവീദ് പറയോ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ കനൽപടവുകൾ, എൻ്റെ കഷ്ടതകൾ, ജീസസ് 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 ജീസസ്. ഞാനൊരു കാര്യം പറയാം, നിന്റെ പോരാട്ടം നിന്റെ തലമുറകൾ അനുഭവിക്കത്തില്ല കേട്ടോ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം, ശലോമോൻ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. എന്താ ശലോമോൻ പറയുന്ന സാക്ഷ്യം എന്നറിയാവോ? എൻ്റെ 3-ാം വാക്യം, എൻ്റെ അപ്പനായ ദാവീദ് ശത്രുക്കളെ യഹോവന്റെ കാൽ കീഴാക്കും വരെയും ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നല്ലോ. ഹീരാമിൻ്റെ അടുക്കൽ പറയാ, എൻ്റെ അപ്പന് പലതും കഴിഞ്ഞില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എൻ്റെ അപ്പന് പലതും കഴിഞ്ഞില്ല. ഇന്ന് പകൽ നിന്നെ നോക്കി പലരും പറയുന്നുണ്ടായിരിക്കാം, നീ ഒരു അമ്പെ പരാജയമാണെന്ന്. നിനക്ക് പലതും കഴിഞ്ഞില്ല. യു ആർ എ ഫെയിലിയർ. നിനക്ക് കഴിഞ്ഞില്ല. നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് ജോലി മേടിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് കാറ് മേടിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വീട് വെക്കാൻ കഴിഞ്ഞില്ല. നിനക്കൊന്നും കഴിഞ്ഞില്ല. ശരിയാ, നീ പലതിലും കഴിവുകെട്ട വാഴയാ. പക്ഷെ അതിൻ്റെ പിമ്പിൽ ഒരു ചരിത്രമുണ്ട്. ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി ഞാൻ കടന്നുപോയ യുദ്ധം ഹേതുവായി എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ സമപ്രായക്കാരായ പലതും സാധിച്ചു, പക്ഷെ നിനക്ക് പലതും കഴിഞ്ഞില്ല. ശലോമോൻ പറയാ, എൻ്റെ അപ്പൻ ദാവീദേ ഉഴപ്പനായിട്ടല്ല, എൻ്റെ അപ്പൻ ദാവീദേ കഴിവുകെട്ടവനായിട്ടല്ല, അവന് പലതും കഴിയാതെ പോയതേ അവൻ നേരിട്ട യുദ്ധങ്ങൾ നിമിത്തവാ. എൻ്റെ അപ്പന് കഴിയാതെ പോയത് അവൻ നേരിട്ട വെല്ലുവിളികൾ നിമിത്തവാ. എൻ്റെ അപ്പന് കഴിയാതെ പോയത് എൻ്റെ അപ്പൻ നേരിട്ട കഷ്ടതകൾ നിമിത്തവാ. അവൻ കടന്നുപോയ പാതകളൊക്കെ ആ കഷ്ടത്തിൻ്റെ യുദ്ധത്തിൻ്റെതുമായിരുന്നു. അതുകൊണ്ടാ അവൻ ആലയം പണിയാൻ കഴിയാതിരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, എൻ്റെ അപ്പനെ പല കാര്യങ്ങളും തടഞ്ഞ യുദ്ധങ്ങൾ എൻ്റെ അപ്പൻ്റെ കാലത്ത് ദൈവം അവസാനിപ്പിച്ചിട്ട് അവൻ്റെ മകനായ എൻ്റെ അടുക്കൽ ദൈവം ഒരു കാര്യം പറഞ്ഞു. ആമേൻ. 5-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം അവിടെ കാണാം, അപ്പൻ്റെ കാലത്ത് ചുറ്റുമുള്ള യുദ്ധം. പക്ഷെ 5-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാകുന്നു, ചുറ്റും എനിക്ക് സ്വസ്ഥത. അപ്പൻ്റെ കാലത്ത് ചുറ്റും യുദ്ധമാണെങ്കിൽ തലമുറയുടെ കാലത്ത് ചുറ്റും സ്വസ്ഥത. ഇന്ന് പകൽ പറഞ്ഞ്, എൻ്റെ കാലത്ത് ചുറ്റും യുദ്ധമാണെങ്കിൽ എൻ്റെ തലമുറയുടെ കാലത്ത് ചുറ്റും സ്വസ്ഥതയാണ്. ചില ജനറേഷണൽ ബോണ്ടേജുകൾ ഇന്ന് പകൽ ദൈവാധികാരത്തിൽ ബ്രേക്ക്.
അപ്പന്മാര് പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിക്കത്തില്ല. ഞാൻ തിരിച്ചു ചോദിക്കുക, ഈ അപ്പനെന്തിനാ പോയി പച്ചമുന്തിരിങ്ങ തന്നെ? അപ്പനെന്തിനാ പോയി പച്ചമുന്തിരിങ്ങ തന്നെ? നിങ്ങൾ പറ. അപ്പം പച്ചമുന്തിരിങ്ങ നിന്നതിൻ്റെ കാര്യം ഞാൻ പറയാം. അത് പഴുക്കാൻ വേണ്ടി കാത്തിരുന്നാൽ എന്തോ ചെയ്യും? അത് പഴുക്കാൻ വേണ്ടി കാത്തിരുന്നാൽ എന്ത് ചെയ്യും? ശത്രു വന്ന് പറിച്ചോണ്ട് പോകും. ഇവനൊന്നും വിളഞ്ഞ് തിന്നാൻ പറ്റത്തില്ല. ഒരു കൊല വന്ന വിളഞ്ഞിട്ട് വെട്ടിക്കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. പൊട്ടുക വെട്ടിക്കൊണ്ട് വന്ന് അവൻ പത്തായത്തി വെച്ച് പഴുപ്പിച്ച് തിന്നും. അവൻ ഇന്ന് വരെ വിളഞ്ഞു പഴുത്ത ഒരു കാ തിന്നിട്ടില്ല. കാരണം വിളയാൻ നിന്ന ശത്രു കൊണ്ടുപോകും. പക്ഷെ തമ്പുരാൻ പറയാം, നിന്റെ അപ്പൻ ഒത്തിരി പേടിച്ചും ഭയപ്പെട്ടോ പച്ചമുന്തിരിങ്ങ വെട്ടിക്കൊണ്ടുവന്ന് മുറിക്കകത്തിരുത്തി പഴിപ്പിച്ച് പുളിച്ച മുന്തിരി തിന്നോ. പക്ഷേ നീ അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കത്തില്ല. നിന്റെ മുന്തിരിത്തോട്ടം വിളഞ്ഞു കിടക്കും, നിന്റെ മുന്തിരിത്തോട്ടം പഴുത്തു കിടക്കും. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തിഗതമായി ചില ജനറേഷണൽ കേഴ്സസിനെ ഇതിനകത്ത് ബ്രേക്ക് ചെയ്ത് കളയുന്നു. Hereditary bondages, break it in Jesus' name. അപ്പൻ്റെ ചരിത്രത്തിൽ ചുറ്റും യുദ്ധം, പക്ഷെ മകൻ്റെ ജീവിതത്തിൽ ചുറ്റും സ്വസ്ഥത. ഇന്ന് പകൽ ഞാൻ ഈ ദൈവാലയത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ സ്വർഗം എൻ്റെ മേലിട്ട അപ്പോസ്തലത്വത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നിന്റെ ചുറ്റുമുള്ള യുദ്ധതയെ വെട്ടി ചുറ്റും ഒരു സ്വസ്ഥത എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. റിസീവ് ചെയ്യുന്നവർ മാത്രം കരമടിച്ച്, റിസീവ് ചെയ്യുന്നവർ മാത്രം കരമടിച്ച്. കരമടിക്കുന്നെങ്കിൽ ഉച്ചനാദത്തോടെ, അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ അധികാരത്തോടെ. Only who receive the message of God. Oh! Jesus. ദൈവത്തിൻ്റെ നിവാസം ആത്മാവാദ്യം പണിതത് മരുഭൂമിയിൽ. ദൈവത്തിൻ്റെ നിവാസം ആത്മാവ് രണ്ടാമത് പണിതത് കഷ്ടതയുടെ യുദ്ധങ്ങളുടെ നടുവിൽ. ദൈവത്തിൻ്റെ നിവാസം ആത്മാവ് മൂന്നാമത് പണിയുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. ദുർബലന്മാരായ യഹൂദന്മാർ, ബലഹീനരെ കൊണ്ട് ദൈവം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ആലയം പണിയിക്കുകയാണ്. ആമേൻ. ബലഹീനൻ എങ്ങനെ പണിയും? കർത്താവ് അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ. യഹോവയുടെ ആത്മാവിപ്പോൾ ബലഹീനതകളിൽ പണിയുകയാണ്. ബലഹീനതകളിൽ പണിയുമ്പോൾ, ശലോമോൻ ആലയം പണിയുമ്പോൾ ചുറ്റുമുള്ളവർ മുഴുവനും എന്താണെന്നറിയാം? ശലോമോന് മരം കൊണ്ട് കൊടുക്കുന്നു, ശലോമോന് പണിക്കാരെ വിട്ടു കൊടുക്കുന്നു, ഫുൾ സപ്പോർട്ടാണ്. പക്ഷെ സെറുബാബേൽ ദൈവാലയം പണിയാൻ വന്നപ്പോൾ അവിടെ കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയാമോ? അവരെ സമ്മതിക്കുമോ? മരുഭൂമിയിൽ പണിയുമ്പോൾ ശത്രുത്വം ഇല്ല, മിത്രത്വം ഇല്ല. ശലോമോൻ പണിയുമ്പോൾ മിത്രത്വമുണ്ട്. പക്ഷെ സെരുബാബേൽ പണിയുമ്പോൾ ശത്രുത്വമുണ്ട്. ബലഹീനനെ കൊണ്ട് ദൈവമാലയം പണിയിപ്പിക്കുന്നു. 2, ശത്രുതയുടെ നടുവിൽ ആലയം പണിയിപ്പിക്കുന്നു. അടുത്തത്, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ, ശത്രു ഇന്നലകളിൽ തകർത്തു കളഞ്ഞ ശത്രുവിൻ്റെ പോരാട്ടത്തിൽ, ആഭിചാരത്തിൽ, മന്ത്രവാദത്തിൽ, ദേശാന്തകാര പോരുകളിൽ തകർന്നു പോയ ഇടത്തുനിന്ന് ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ ആലയം പണിതെടുക്കുകയാണ്.
ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഈ കാലഘട്ടങ്ങളിലെ എൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ളത്, ദൈവം ഈ നാളുകളിൽ പണിയുന്ന ആലയങ്ങൾ മുഴുവനോ ഇന്നലകളിൽ ശത്രു കയറി മെതിവണ്ടി ഉരുട്ടിയ ഇടത്താണ് ദൈവം എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ആമേൻ. ഇന്നലകളിൽ പിശാച് പൊളിച്ച കുടുംബങ്ങൾ, ആമേൻ, ആഭിചാരം പൊളിച്ച കുടുംബങ്ങൾ, വിഗ്രഹാരാധനകൾ പൊളിച്ച കുടുംബങ്ങൾ, വെച്ചാരാധനകൾ പൊളിച്ച കുടുംബങ്ങൾ, അതിനകത്തു നിന്ന് ദൈവം ആലയം പണിയുന്നതിനെയാണ് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കാണുന്നത്. ഞാനതിനകത്ത് പ്രധാന ഭാഗത്തിലേക്ക് വരാം. 4-ാം വാക്യം, 4-ാം അധ്യായം 4-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. സെരുബാബേൽ, നീ പണിത ആലയത്തിൻ്റെ അടിസ്ഥാനം എവിടെയായിരുന്നു? സെരുബാബേൽ പറയും, നിന്നയുടെ ഫൗണ്ടേഷനകത്താണ് ഞാൻ പണിത് കയറിയത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നയുടെ ഫൗണ്ടേഷനകത്താണ് ആത്മാവ് ചിലത് പണിയാൻ പോകുന്നത്. മരുഭൂമിക്കകത്ത് ദൈവാലയം പണിതു, കഷ്ടതയ്ക്കകത്ത് ദൈവാലയം പണിതു. ഇപ്പോൾ ബലഹീനനെ നിന്നയുടെ നടുവിൽ പിശാച് പൊളിച്ചു കളഞ്ഞ നിന്നയുടെ നടുവിൽ ദൈവം പണിയിക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ആത്മാവെന്നിൽ പണിത് കയറ്റും? ആത്മാവെന്നിൽ പണിത് കയറ്റും. പക്ഷെ നെഹമ്യാവ് പണി പൂർത്തീകരിക്കാനാണ് വരുന്നത്. പണി ആരംഭിക്കാൻ വരുന്നത് ആരാണെന്നറിയാമോ? എസ്രയാണ് പണിയാൻ വരുന്നത്. പണി ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൻ നിന്നയിൽ ഏൽപ്പിക്കപ്പെട്ട, പ്രവാസത്തിൽ ഏൽപ്പിക്കപ്പെട്ട, ശത്രു കഴിഞ്ഞ 70 വർഷമായി തകർത്ത് തരിപ്പണമാക്കിയ യഹൂദ ജന ആലയം പണിയാൻ കടന്നു വരുമ്പോൾ, എസ്രായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, എസ്രായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുക 8-ാം അധ്യായം 21-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആമേൻ, ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. വീണ്ടും അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്: അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചോ, ഞങ്ങളുടെ ദൈവത്തോട് അതിനെ കുറിച്ച് പ്രാർത്ഥിച്ചോ. എസ്രായുടെ അടുക്കൽ ചെന്ന് ചോദിക്കണ്ട, സെരുബാബേലിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കണ്ട, സെഖറിയാവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കണ്ട. ആ ബലഹീനന്മാരെങ്ങനെയാ പണിതത്? ആ ശത്രു തകർത്തെടുത്ത് എങ്ങനെയാ ദൈവാലയം പണിതത്? ആ ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് എങ്ങനെയാ ദൈവാലയം പണിതത്? ആ നിന്നക്കകത്തുനിന്ന് നീ എങ്ങനെയാ ദൈവാലയം പണിതത്? അവരിങ്ങനെ മറുപടി പറയുക: ഞങ്ങൾ ഉപവസിച്ചോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോ. ഞങ്ങളുടെ ഉപവാസം ചിലതിനെ പണിയുന്നതായിരുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന ചിലതിനെ പണിയുന്നതായിരുന്നു. Are you ready to be in fasting? നീ ഉപവസിക്കാമോ? നീ പ്രാർത്ഥിക്കാമോ? നിനക്ക് ചിലതിനെ പണിയാൻ കഴിയും. ഇന്നലകളിൽ പിശാച് പൊളിച്ചതിനെ നീ ഉപവാസത്തിലിരുന്ന പണിയും. ഇന്നലകളിൽ ശത്രു നശിപ്പിച്ചു കളഞ്ഞതിനെ നീ ഉപവാസത്തിലിരുന്നാൽ പണിയും. നിന്നെ കൊണ്ട് നടക്കത്തില്ല, നീ ബലഹീനനാണെന്ന് പറഞ്ഞതിനെ നീ ഉപവാസത്തിലിരുന്നാൽ പണിയും. പണിയും പണിയും. ഇന്ന് പകൽ അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ: ഉപവസിക്കുന്നവൻ പണിയുമെന്ന്. ഉപവസിക്കുന്നവൻ പണിയും. ഉപവസിക്കുന്നവൻ പണിയും. ആമേൻ. 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ, 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുകയാണ്: ഉപവസിച്ചു പ്രാർത്ഥിച്ചു, അവൻ പ്രാർത്ഥന കേട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് തന്നെ പറ: ഉപവസിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഉപവസിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അത് മറ്റൊരാളോടല്ല പറയേണ്ടത്, നമ്മളോട് തന്നെ പറയണം. ഉപവസിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. വായി തുറന്ന് നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ: ഉപവസിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ജീസസ്. ആത്മാവ് നമ്മളെ പണിയുന്നതാണ്. അതിൻ്റെ 1-2 ഭാഗങ്ങളെ പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. സെഖറിയ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യം. നിന്നയുടെ നടുവിൽ സെരുബാബേൽ പണിയുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സെഖറിയ 4:6. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത്: സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ എത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവനാണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, സെരുബാബേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവൻ്റെ കൈ തന്നെ അത് തീർക്കും.
സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയും. ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് സെരുബാബേലിന് വേണ്ടി പണിയാൻ തുടങ്ങുമ്പോൾ ആത്മാവ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ആമേൻ. മഹാപർവ്വതങ്ങൾ സമഭൂമിയായി മാറ്റപ്പെടും. ആമേൻ. ഇവിടെ സെരുബാബേലിൻ്റെ മുമ്പിലുള്ളതായ 3 മഹാപർവ്വതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ആരാണ് സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന 3 മഹാപർവ്വതങ്ങൾ? അതിൽ ഒന്ന് സെൻബല്ലത്തിനെ പോലെ, തോബിയാവിനെ പോലെ, ആമേൻ, പണിയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ശത്രുക്കളാണ് ഒരു മഹാപർവ്വത. ആമേൻ. ആത്മാവ് പറയുകയാണ്, നിന്നെ കൊണ്ട് പണിയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് ആരൊക്കെ എതിർത്ത് നിന്നാല് ആത്മാവ് പണിയാ. ആമേൻ. അവൻ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിത് വരുന്നു. ആത്മാവ് പണിയാൻ തുടങ്ങിയാൽ ആരൊക്കെ എതിർത്താലും ആത്മാവ് പണിയും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ മുകളിൽ ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതി, ആമേൻ, നിന്നെ കൊണ്ട് ദൈവം പൂർത്തീകരിക്കുക. അത് നിന്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കുക. 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സെരുബാബേലിന്റെ കൈയാണ് അടിസ്ഥാനമിട്ടതെങ്കിൽ സെരുബാബേലിന്റെ കൈ തന്നെ, ആമേൻ, ആണിക്കല്ല്, ദ ക്യാപ്സ്റ്റോൺ, അതിന്റെ അവസാനത്തെ കല്ല്. ആമേൻ. അടിസ്ഥാനക്കല്ല് ഏത് അപ്പച്ചനും വെക്കാം. അടിസ്ഥാനക്കല്ലേ ഏത് അപ്പച്ചനും പ്രാർത്ഥിച്ചു വെക്കാം. അപ്പച്ചനൊന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ, അടുത്ത് നിൽക്കുന്ന ആളും കൂടെ സഹായിച്ചാൽ ഏതപ്പച്ചനും അടിസ്ഥാനക്കല്ല് വെക്കാം. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ക്യാപ്സ്റ്റോൺ വെക്കാൻ പറ്റുമോ? പറ്റുകയില്ല. നല്ല ആരോഗ്യം ഉള്ളപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്യാപ്സ്റ്റോൺ വെക്കാൻ പറ്റത്തുള്ളൂ. മുകളിൽ കയറണ്ടേ? തമ്പുരാൻ പറയാ, അവൻ തുടങ്ങിയെങ്കിൽ അവൻ്റെ നല്ല പ്രായത്തിൽ തന്നെ അവൻ്റെ കൈ തന്നെ ഉത്തരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ക്യാപ്സ്റ്റോൺ വെക്കുമെന്ന് എന്ന് പറഞ്ഞ ദൈവം പറയുകയാണ്. ആത്മാവ് പണിയാൻ തുടങ്ങിയാൽ പറഞ്ഞ ടൈം പീരീഡിനകത്ത്, പറഞ്ഞ സമയത്തിനകത്ത് കാര്യങ്ങൾ തീർക്കും. ആത്മാവിൻ്റെ പണിയുടെ ഒരു പ്രത്യേകത, മഴയായാലും വെയിലായാലും പറഞ്ഞ സമയത്ത് അവൻ പണി തീർത്തിരിക്കുക. ഇന്ന് പകൽക്കാലം all the delaying spirits, നിന്റെ കുടുംബത്തിനകത്ത് ചില കാര്യങ്ങൾ താമസിപ്പിക്കാമെന്ന് ശത്രു പദ്ധതിയിടുമ്പോൾ ഇന്ന് സ്വർഗം പറയുന്നു, no more delay. സെൻബല്ലത്തും തോബിയാവും പുറത്തുനിന്നാണ് വരുന്നത്. സെൻബല്ലത്തും തോബിയാവും പുറത്തുനിന്ന് വരിക. നിന്നെ കൊണ്ട് പണിയിപ്പിക്കത്തില്ലടാ എന്ന് പറഞ്ഞു. വിമർശനങ്ങൾ, അപവാദങ്ങൾ, ദുർവർത്തമാനങ്ങൾ, ഭീഷണികൾ, വെല്ലുവിളികൾ. ആ മഹാപർവ്വതത്തെ നോക്കിയിട്ട് പറഞ്ഞു, സെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സെൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും കൂട്ടരുടെ ആ വലിയ മഹാപർവ്വതത്തെ ഞാൻ എന്ത് ചെയ്തോ? ഞാനങ്ങ് നിരപ്പാക്കി തരും. ആമേൻ. ഞാനങ്ങ് നിരപ്പാക്കി തരും. യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ മെതിവണ്ടിയാക്കുമെന്ന്, നീ പർവ്വതങ്ങളെ പൊടിക്കുമെന്ന്. പക്ഷെ സെരുബാബേലിൻ്റെ അടുക്ക പറഞ്ഞു, സെരുബാബേലെ, നീ മെതിവണ്ടിയൊന്നും ആകാൻ നിൽക്കണ്ട, പകരം എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഒരു മെതിവണ്ടിയായി നിന്ന് നിരപ്പാക്കി കളയോ. എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി മെതിവണ്ടിയാകും. ജീസസ്. ഒന്ന് സെൻബല്ലത്തും തോബിയാവും പുറത്തുനിന്ന് വരുന്നു. പക്ഷെ സെൻബല്ലത്തും തോബിയാവും മാത്രമല്ല സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം. അവിടെ നിന്നൊരു മഹാപർവ്വതം കണ്ടപ്പോൾ അതിനേക്കാൾ വലിയ മഹാപർവ്വതം ഇസ്രായേല്യരുടെ അകത്ത് പൊങ്ങാൻ തുടങ്ങി. ഏതാണെന്നറിയാവോ? ഭയത്തിൻ്റെ മഹാപർവ്വതം, അധൈര്യത്തിൻ്റെ മഹാപർവ്വതം, സംശയത്തിൻ്റെ മഹാപർവ്വതം, സങ്കടത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ മഹാപർവ്വതം. യഹോവയുടെ ആത്മാവ് സെരുബാബേലിൻ്റെ അടുക്കൽ പറഞ്ഞു, സഖറിയാവിൻ്റെ അടുക്കൽ പറഞ്ഞു, നീ പോയി സെരുബാബേലിൻ്റെ അടുക്കൽ പ്രവചിക്കണം. നീ പ്രവചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സെരുബാബേലിൻ്റെ അകത്തെ മഹാപർവ്വതം ഇങ്ങനെ താഴെ വീഴുന്നത് കാണാൻ കഴിയോ? ഒരു പ്രവാചകന്റെ മേൽ കിടക്കുന്ന അഭിഷേക, ഒരു പ്രാർത്ഥിക്കുന്നവന്റെ മേൽ കിടക്കുന്ന അഭിഷേക ആത്മാവ് ഇറങ്ങുമ്പോൾ ഇന്ന് പകൽക്കാല നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തെ അസ്ഥിരപ്പെടുത്തുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ അവിശ്വാസപ്പെടുത്തുന്ന, നിന്നെ അധൈര്യപ്പെടുത്തുന്ന, യെസ്, ഉടനമനമനാജന, ഇന്ന് പകൽ
സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം തകർക്കുന്ന കാര്യം പറയുക. ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളുടെ അടുക്കൽ ഞാൻ ഒരു കാര്യം പറയുക. കൂടുതൽ കാര്യങ്ങളൊന്നും മക്കളെ പറഞ്ഞേൽപ്പിക്കരുത്. കൂടുതൽ കാര്യങ്ങളൊന്നും മക്കളെ പറഞ്ഞ് ഏൽപ്പിക്കരുത്. കാരണം നീ ഇട്ട അടിസ്ഥാനത്തിൻ്റെ ആണിക്കല്ല് കയറ്റുന്നത് നീയാ. ആമേൻ. നിനക്ക് കയറ്റാൻ പറ്റത്തില്ലെന്ന് എവിടെയോ ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് നീ എന്ത് ചെയ്യുന്നത്? മക്കളെ പറഞ്ഞേൽപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് പറ, അടിസ്ഥാനമിട്ട് എൻ്റെ കൈ കൊണ്ട് ഞാൻ ആണിക്കല്ല് കയറ്റോ? അതെൻ്റെ പിള്ളേർ ചെയ്യേണ്ടതല്ല, അത് ഞാൻ ചെയ്യേണ്ടതാണ്. നിന്റെ സീസൺ കഴിഞ്ഞിട്ടില്ല. നിന്റെ സീസൺ കഴിഞ്ഞിട്ടില്ല. പിശാച് പറയുക ഏജ് ഓവർ ആയെന്ന്. പിശാച് പറയുക എക്സ്പയർ ആയെന്ന്. പോടാ സാത്താനെ, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കൈ കൊണ്ട് ക്യാപ്സ്റ്റോൺ വെക്കുമെന്ന്. I shall finish it. മക്കളെ പറഞ്ഞേൽപ്പിക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യണം. മക്കളെ പറഞ്ഞേൽപ്പിക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യണം. ഇന്നീ വചന ശുശ്രൂഷയ്ക്കകത്ത്, ഇന്നീ ആത്മശുശ്രൂഷയ്ക്കകത്ത് എൻ്റെ ആത്മാവിൽ ഞാൻ സെൻസ് ചെയ്യുന്നു, ഇതാ ചില ഹൃദയങ്ങളിലെ മഹാപർവ്വതങ്ങൾ ദൈവം നിരപ്പാക്കി കളയുന്നു. സംശയത്തിൻ്റെ, അധൈര്യത്തിൻ്റെ, ഭയത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ, all the mountains of discourage, all the mountains of fear, all the doubting mountains, all the anxiety mountains, ഇതാ നിന്റെ മാനസിക തലത്തിൽ yes an inner healing, an inner healing യേശുവിൻ നാമത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. കഴിഞ്ഞ രാത്രി ഞാനിങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഈ വാക്യം പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ ചോദിക്കുകയാണ്, എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പിന്നെയും ചോദിച്ചു, എന്താണ് എഴുതിയിരിക്കുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എൻ്റെ അടുത്ത് ചോദിച്ചത് പാസ്റ്റ് ടെൻസിലാണോ എഴുതിയിരിക്കുന്നത്? എന്നെ ശക്തനാക്കിയവൻ മുഖാന്തരം അല്ല. അത് ഫ്യൂച്ചർ ടെൻസിലാണോ എഴുതിയിരിക്കുന്നത്? ഒരു നാൾ അവൻ എന്നെ ശക്തനാക്കുമെന്നാണോ? അല്ല. പിന്നെന്തിലാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അവൻ എന്നെ ശക്തനാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. വൺ ഡേ ഹി വിൽ സ്ട്രെങ്തൻ മീ. ലാസ്റ്റ് ഡേ ഹി സ്ട്രെങ്തൻഡ് മീ. നോ, നൗ, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ ഹി സ്ട്രെങ്തൻസ് മീ. അവൻ എന്നെ ശക്തനാക്കിക്കൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ അടുക്കൽ പറഞ്ഞു, നീ ദിനവും എന്നിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. ഞാൻ ഇന്നലെ നിന്നെ ശക്തിപ്പെടുത്തിയെന്ന് നീ ഓർക്കരുത്. നാളെ നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് നീ പ്രതീക്ഷിച്ചുമല്ല ഇരിക്കേണ്ടത്. ആമേൻ. ഓരോ നിമിഷവും നീ എന്നിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഇതേ ഈ മിനിറ്റുകളിലും ദൈവം നിന്നെ ശക്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന ഈ സമയത്തും ദൈവം നിന്നെ ശക്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്നലെ അല്ല, ഇപ്പോഴും എപ്പോഴും always. സെരുബാബേലിന്റെ മുമ്പിൽ 3 മഹാപർവ്വതമാണ്. ഒന്ന് ശത്രു, അത് നിരപ്പായി. 2 അകത്ത് കിടക്കുന്ന ഭയം, അത് നിരപ്പായി. എങ്കിലും ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഏതാണെന്നറിയാം? അടിസ്ഥാനക്കല്ലും ആണിക്കല്ലും എടുത്തു വെച്ചാൽ പണി തീരത്തില്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ കുറേ കല്ലുകൾ പെറുക്കി കൂട്ടണ്ടേ. റിസോഴ്സസ്, lack of resources, lack of laborers. കർത്താവ് പറയാ, ഈ മഹാപർവ്വതം നിരപ്പാവും. ഇതിൻ്റെ അപ്പുറത്ത് നിനക്ക് ഒത്തിരി നന്മ കിടപ്പുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടി ഒത്തിരി ലേബേഴ്സ് നിപ്പുണ്ട്, നിനക്ക് വേണ്ടി ഒത്തിരി നന്മ നിപ്പുണ്ട്. പക്ഷേ ആ നന്മയുമായി നീ കണക്റ്റ് ആകാതെ ഒരു മഹാപർവ്വതം നിൽക്കുകയാണ്.
ആ മഹാപർവ്വതം നിന്നിട്ട് പറയുകയാണ്, നിന്റെ നന്മയിൽ നീ എത്തത്തില്ല, നിനക്ക് വേണ്ടിയ പണിക്കാര് വരത്തില്ല. കർത്താവ് പറയാം, നിന്റെ മഹാപർവ്വതത്തെ ഞാൻ സമഭൂമിയാക്കും. നിന്റെ കണ്ണുകൊണ്ട് നീ കാണും നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ റിസോഴ്സസ്. നിന്റെ കണ്ണുകൊണ്ട് നീ കാണും നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ലവേഴ്സ്, ദൈവത്തിൻ്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, ദൈവത്തിൻ്റെ റിസോഴ്സസ്. മഹാപർവ്വതങ്ങൾ നിരപ്പാകുമ്പോൾ നിനക്ക് ദാരിദ്ര്യമിട്ട ശത്രുവിൻ്റെ മഹാപർവ്വതങ്ങൾ, നീ അനുഭവിക്കേണ്ട നന്മകൾ നിന്നിൽ കണക്റ്റ് ആകാതെ തടഞ്ഞു നിർത്തിയ മഹാപർവ്വതങ്ങൾ, ആത്മാവ് പണിയാൻ തുടങ്ങിയ 3 കാര്യം നടക്കും. ആത്മാവ് പണിയാൻ തുടങ്ങിയാൽ 1 ശത്രു മാറും, 2 ആത്മാവ് പണിയാൻ തുടങ്ങിയാൽ ഭയം മാറും, 3 ആത്മാവ് പണിയാൻ തുടങ്ങിയാൽ തടയപ്പെട്ട നന്മകൾ കയ്യിലേക്ക് വരുന്നത് കാണാൻ കഴിയും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവെന്നിൽ പണിയുന്നുവെന്ന് ഉറപ്പോടെ. ജീസസ് 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 പ്ലമോർത്ഥമഹനമ പ്രമശ്മഥാനി പ്രമശ്മഹനിയ ലസ്മർഥനി. ആത്മാവ് പണിയും, ആത്മാവ് പണിയും, ആത്മാവ് പണിയും, ആത്മാവ് പണിയും. ഞാൻ 1-2 വാക്യങ്ങളെ പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ പാഴായിപ്പോയി എന്ന് പറഞ്ഞ, ശൂന്യമായി പോയി എന്ന് പറഞ്ഞ ഇടങ്ങളിൽ ചിലതിനെ പണിതെടുക്കുവാൻ തക്കവണ്ണ ആത്മാവ് ഇറങ്ങി വന്ന് പണിതെന്ന്. ഇന്ന് പകൽക്കാലം ആത്മാവ് പണിയുന്നത് എവിടെയാണെന്നറിയാമോ? ആമേൻ. ഇരുട്ട് തടഞ്ഞു നിൽക്കുന്ന ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ട് ചിലത് പണിതെടുക്കുമെന്ന് ഹോളി സ്പിരിറ്റ്. ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വന്നവർക്കറിയാം. ആമേൻ 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 ആമേൻ. ആമേൻ. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നഗരം അതിൻ്റെ നഗരം അതിൻ്റെ നഗരം അതിൻ്റെ കൽക്കുന്നുകളിന്മേൽ പണിയപ്പെടോ. യെരമ്യാ 30:18. നഗരം അതിൻ്റെ കൽക്കുന്നുകളിന്മേൽ പണിയപ്പെടോ. And the city shall be builded upon her own heap. നിന്നെ പൊളിച്ച് വാരി, നിന്നെ JCB കൊണ്ട് ഇടിച്ച്, JCBയുടെ ബക്കറ്റ് കൊണ്ട് നിന്റെ വീട് നിന്ന ഇടത്ത് ഒരു കൽക്കൂമ്പാരം കൂട്ടിയിട്ടില്ലേ പന്ന പിശാച്, ആ കൽക്കൂമ്പാരത്തിനകത്തു നിന്ന് നിന്നെ പാഴാക്കി കളഞ്ഞ, നിന്നെ ശൂന്യമാക്കി കളഞ്ഞ, നിന്നെ തകർപ്പയിടത്തു നിന്ന് പാഴായി എന്ന് ലോകം പറഞ്ഞിടത്ത്, ശൂന്യമായി എന്ന് ലോകം പറഞ്ഞിടത്ത് ദൈവം പണിയും. പാഴിൻ്റെ മേൽ പണിയുന്ന ദൈവം, ശൂന്യതയുടെ മേൽ പണിയുന്ന ദൈവം. ഇന്ന് പകൽ കരമുയർത്തി പറഞ്ഞ്, പാഴിൻ്റെ മേൽ പണിയുന്ന ദൈവം, ശൂന്യതയുടെ മേൽ പണിയുന്ന ദൈവം. ഞാൻ 1-2 വാക്യങ്ങൾക്കകത്ത് പൂർത്തീകരിക്കട്ടെ. യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവിടെ ആത്മാവ് പണിയുകയാണ്, ആത്മാവ് പണിയുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പണിതു. യെസ്, ഞാൻ ദൈവത്തിൻ്റെ നിവാസമാണ്. എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പണിതത് കൊണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പണിയുന്നതിന് 2 വിധങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്തിൻ്റെ ആത്മാവ് പണിയുന്നതിന് 2 ഭാഗങ്ങളാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവം പണിയുന്നതിനകത്ത് 2 ഭാഗങ്ങളാണ്. ഒന്ന്, ദൈവം അവനെ സൃഷ്ടിക്കും. 2, ദൈവം അവനെ നിർമ്മിക്കും. എന്താണ് ക്രിയേഷൻ വേഴ്സസ് ഫോർമേഷൻ? ക്രിയേഷൻ ആൻഡ് ഫോർമേഷൻ 2 പദങ്ങളാണ്.
ഇതിനെ നമ്മൾ ഹിബ്രിയിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് വാക്കുകളാണ് അതിന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ബാറ എന്നും, നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ യാത്സ എന്നുമാണ് പറയുന്നത്. ബാറ എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലാൻ വരയ്ക്കുക, ഒരു പ്ലാൻ ഒറിജിനേറ്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ യാത്സ എന്ന വാക്കിൻ്റെ അർത്ഥം ഒറിജിനേറ്റ് ചെയ്യപ്പെട്ട പ്ലാനിനെ ഒരു കളിമണ്ണിനകത്ത് ഒരു പോട്ടർ, ഒരു കുശവൻ പണിതെടുക്കുന്നത് പോലെ പൂർത്തീകരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ യെശയ്യാ 43:1 പറയുകയാണ്, എടാ ഞാൻ പ്ലാൻ വരച്ച് എൻ്റെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് എൻ്റെ പർപ്പസിനകത്ത് ഞാൻ പ്ലാൻ വരച്ച് അതൊരു കോൺട്രാക്ടറെ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ കട്ടൻ കല്ലു ഇറക്കി ഞാൻ പണിതെടുത്ത എൻ്റെ യാക്കോബേ. നാട്ടുകാരുടെ ഡിസൈനിനല്ല ദൈവം നിന്നെ പണിയുന്നത്, വീട്ടുകാരുടെ പ്രാക്കിനല്ല ദൈവം നിന്നെ പണിയുന്നത്. ആമേൻ. ആത്മാവ് നിന്നെ പണിയാൻ തുടങ്ങിയാൽ നിന്റെ മുകളിൽ പരിശുദ്ധാത്മാവിട്ട ദൈവ പദ്ധതിക്കകത്ത് ദൈവം നിന്നെ പണിതെടുക്കും. തടയാമെങ്കിൽ തടയടാ സാത്താനെ. ആത്മാവ് പണിയുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയാമോ? ദൈവത്തിൻ്റെ പ്ലാനിനകത്ത് ദൈവം പണിതെടുക്കും. അമേൻ, അമേൻ. ദൈവം ഒരുത്തനെ പണിയാൻ, ആത്മാവ് ഒരുത്തനെ പണിയാൻ തുടങ്ങിയാൽ, അമേൻ, അവിടെ ബാറ മാത്രമല്ല, അവിടെ യാത്സ മാത്രമല്ല, അവിടെ ബാറയും യാത്സയും ഉണ്ട്. ബാറ എന്നാൽ ഒരു ഒറിജിനേഷൻ, ഒരു പ്ലാൻ ആണെങ്കിൽ യാത്സ എന്നുള്ളത് അവിടെ അതിൻ്റെ ഒരു പൂർണ്ണതയാണ്. ഇന്ന് പകൽ വിശ്വസിച്ചാട്ട് എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ്, അവൻ എന്നെ പണിയുക. അമേൻ, അമേൻ. അവനൊരു ആർക്കിടെക്റ്റിനെ പോലെ അവൻ എന്നെ ഒറിജിനേറ്റ് ചെയ്യുക. അവനൊരു പോട്ടറിനെ പോലെ, അവനൊരു എഞ്ചിനീയറിനെ പോലെ അവൻ എന്നെ നിന്ന് പണിയുകയും ചെയ്യുക. ബാറ എന്നുള്ളത് ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ, അമേ, യാത്സ എന്നുള്ളത് ഒരു എഞ്ചിനീയറാണ്. ആത്മാവ് ഒരുത്തനെ പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അമേൻ, അമേൻ, ആത്മാവ് ഒരുത്തനെ പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ഉൽപ്പത്തിയോ അവൻ്റെ പൂർണ്ണതയോ അത് ദൈവത്തിൽ തന്നെയായിരിക്കും. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ പണിതിപ്പെട്ടിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ആത്മാവ് എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ? പകൽ ഇതിനകത്തുനിന്ന് ഇറങ്ങുന്ന ദൈവവൈതലിനോട് ഞാൻ പറയുകയാണ്, ദുരാത്മാവ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയരുത്, പിശാചി പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയരുത്. പകരം നീ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പണിയപ്പെടുകയാണ്. നീ ദുരാത്മാവിനാൽ പൊളിക്കപ്പെടുന്നവനല്ല, നീ ദൈവാത്മാവിനാൽ പണിയപ്പെടുന്നവനാണ്. ജീസസ്, ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ മേൽ പകരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ മേൽ പകരുന്നത്, പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ചു ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും, രത്നം വെട്ടി പതിപ്പാനും, മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും, സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. സ്പിരിച്വൽ വർക്ക്മാൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. ഞാൻ അതിലേക്ക് വരുന്നില്ല. എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും, രത്നം വെട്ടി പതിപ്പാനും, മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും, സകലവിധ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ, അടുത്ത ഭാഗം എന്നോട് ചേർന്ന് പറഞ്ഞേ, ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ദൈവം ഒരുത്തനെ പണിയാൻ തുടങ്ങിയാൽ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാമോ? ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ അവസാന വാക്ക് മാത്രം ഒന്ന് പറഞ്ഞേ. ആമേൻ. ദൈവാത്മാവ് ഒരുത്തനെ പണിയാൻ തുടങ്ങിയാൽ ആദ്യം എന്തോ ചെയ്യും? നിറയ്ക്കും. ആത്മാവ് പണിയുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കുമെന്നറിയാമോ? നിറയ്ക്കും. ഇന്ന് രാത്രി നിൻ്റെ ശൂന്യതകളിൽ അവൻ നിറയ്ക്കും. ദൈവസഭ പണിയപ്പെടാൻ തുടങ്ങുന്ന 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിനത്തിൽ ദൈവം എന്താണ് ചെയ്തത്? പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇറങ്ങി അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. ആത്മാവ് നിന്നെ പണിയാൻ തുടങ്ങിയാൽ അവിടെ നിറവുകളുണ്ടായിരിക്കും.
അവിടെ നിറവുകളുണ്ടായിരിക്കും, അവിടെ നിറവുകളുണ്ടായിരിക്കും. ആമേൻ. എന്നിട്ട് അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചു വിട്ടേക്കാം. അടുത്ത വാക്യം, ആമേൻ. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാബിനെ അവനോട് കൂടെ ആക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ കൂടെ ചിലത് പണിയാൻ തുടങ്ങിയാൽ, ഒന്ന് അവൻ പണിയേണ്ടതായിട്ടുള്ള ജ്ഞാനവും അറിവും സാമർഥ്യവും കൊണ്ട് അവൻ എന്ത് ചെയ്യുക? നിന്നെ നിറയ്ക്കും. പണിയേണ്ടതിന് വേണ്ടുന്നതെല്ലാം ദൈവം നിറയ്ക്കും. ആമേൻ. 3 ഘട്ടങ്ങളായിട്ടാണ് ദൈവം നിറച്ചത്. ഒന്ന്, മിസ്രൈമിൽ നിന്ന് പൊന്ന് നിറച്ചു, മരുഭൂമിയിൽ അവൻ മരങ്ങളെ നിറച്ചു. 2, ബെസലേലിൻ്റെ ഹൃദയത്തിനകത്ത് അവൻ ജ്ഞാനം നിറച്ചു. 3, അവന് തക്കതായിട്ടുള്ള സഹായികളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽക്കാല ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാബിനെ അവനോടുകൂടെ ആക്കുകയും ചെയ്തു. ആമേൻ. വഴിയെ പോകുന്നവരെ എല്ലാം ദൈവ ശുശ്രൂഷകന്റെ കൂടെ ചേർത്ത് ദൈവം നിർത്തത്തില്ല. ആരെങ്കിലും ചേർന്ന് നിൽക്കാമെന്ന് ചിന്തിച്ച നടക്കത്തുമില്ല. ബെസലേലിൻ്റെ കൂടെ ആര് നിൽക്കണമെന്ന് ആമേൻ ദൈവം തീരുമാനിക്കുക. ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാബിനെ ബെസലേലിനോട് കൂടെ ദൈവം ആക്കിയിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രികാല ആത്മാവ് പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒന്ന്, നിന്റെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുക. 2, നിന്റെ ബുദ്ധിയെയും ആത്മാവിനെയും നിറയ്ക്കുക. 3, നിനക്ക് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ അവൻ കണക്ട് ചെയ്ത് തരും. ഇന്ന് പകൽക്കാലം ഇതിനകത്ത്, ഈ ആരാധനയുടെ പൂർത്തീകരണത്തിനകത്ത് പരിശുദ്ധാത്മാവ് ആത്മാവിനാൽ നിന്നെ പണിത് തുടങ്ങുകയാണെന്ന് 3 കൺഫർമേഷനുകൾ, 3 സൈൻസ്. 1, അവൻ നിന്റെ റിസോഴ്സസുകളെ ഫില്ല് ചെയ്യുക. 2, അവൻ നിന്റെ ഇന്നർ മൈൻഡിനെ ഫില്ല് ചെയ്യുക. 3, അവൻ നിനക്ക് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ തരും. ഇന്ന് പകൽക്കാലം ആധാരം തുറന്ന് പറഞ്ഞോട്ടെ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിനെ പണിയുകയാണ്, പരിശുദ്ധാത്മാവിനെ പണിയുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം പുസ്തകങ്ങളെ മടക്കി ഇരിപ്പിടങ്ങളെ വിട്ട് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. നീ പൊളിയപ്പെടുന്നവനല്ല, നീ പണിയപ്പെടുന്നവനാണ്. ഓ രാമശബ പ്രവർത്താനി, നോ മോർ ഡിസ്ട്രക്ഷൻ, ബട്ട് ദ ലോർഡ് ഈസ് ബിൽഡിംഗ് യു. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയാൻ കഴിയുക? ഞാൻ തകർക്കപ്പെടുകയല്ല, ഞാൻ പണിയപ്പെടുകയാണ്. നിന്നെ ദൈവം പെന്തക്കോസ്തിൽ കൊണ്ടുവന്നത് പൊളിക്കാനല്ല, നിന്നെ ദൈവം പെന്തക്കോസ്തിൽ കൊണ്ടുവന്നത് പണിയാനാണ്.